ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ബൈബിളിലെ ഗോൾഡൻ ഏരിയ എന്ന് പറയാൻ പറ്റുന്നൊരു ഭാഗമാണ്. നല്ലതിൽ നല്ലത് എന്ന് പറയുന്നത് പോലെ, ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായത് എന്ന് പറയുന്നത് പോലെ, അന്തസത്തകളിൽ സത്തയായത് എന്ന് പറയുന്നത് പോലെ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള വളരെ ആഴമുള്ള എഴുത്തുകളാണ്. ഞാൻ ആ 13-ാം അധ്യായം തൊട്ട് ഒന്ന് പറഞ്ഞു വന്ന് വായിച്ച വാക്യത്തിലേക്ക് കയറി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. നാളെ വിശുദ്ധ പകൽക്കാലമാണ്. എല്ലാ സഭകൾക്കും രാവിലെ ആരാധനയുണ്ട്. എനിക്ക് കുറേ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. രാവിലെ ആരാധനയ്ക്ക് കയറാനുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ചുരുങ്ങിയ സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അപേക്ഷിക്കുകയാണ്. 13-ാമത്തെ അധ്യായം അങ്കി അരയിൽ ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന കർത്താവാണ്. നിങ്ങൾ ഒരുത്തൻ വലിയവനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ താഴ്മയുള്ളവനായി തുടരട്ടെ. ത്രിലോകത്തിൻ്റെ ഉടമസ്ഥനായ എൻ്റെ കർത്താവ് ഒരങ്കി അരയിൽ ചുറ്റിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതാണ് 13-ാമത്തെ അധ്യായം. അധ്യായം 14-ലേക്ക് വരുമ്പോൾ അതീവ ഗൗരവ പ്രാധാന്യമുള്ള 3 വാഗ്ദത്തങ്ങളുടെ കൈമാറ്റമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നു എന്ന് ചിന്തിക്കുന്നു. 1-ാമത്തെ വാഗ്ദത്തം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം, എന്നോട് കൂടെ പറഞ്ഞു ക്ഷീണിക്കാതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ സാധാരണ അറിയാതിരുന്ന് ചിരിക്കും. കാരണം 13-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 13:21 13-ന്റെ 21 യേശു നല്ലപോലെ കലങ്ങിയേച്ചാണ് 14-ന്റെ 1 നമ്മളോട് പറഞ്ഞത് നിങ്ങൾ കലങ്ങരുതെന്ന്. നിങ്ങൾ കേട്ടില്ലല്ലേ? 13-ന്റെ 21 യേശു നല്ല വൃത്തിയായിട്ട് കലങ്ങിയേച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് എൻ്റെ യേശുപ്പ ഒന്ന് മിണ്ട്. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. 13-ന്റെ 21 നല്ലപോലെ ഉള്ളം കലങ്ങിയിട്ടാണ് 14-ന്റെ 1 ഒരു തലമുറയുടെ യേശു പറയുകയാ, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ മനസ്സിളകുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് യേശുവിന് മനസ്സിലായി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ, അതുകൊണ്ട് ബൈബിളിനകത്ത് ചില വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. എൻ്റെ കർത്താവേ, സ്തോത്ര സ്തോത്ര സ്തോത്ര. എൻ മനമേ നീ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിളകുന്നത് ആ മനുഷ്യനെ ആകമാനം തകർക്കാനിടയാകും. അവനെ മൊത്തം ഒലച്ചു കളയും. ബൈബിളിനകത്തൊരു വാക്കുകൊണ്ട്, പുരുഷന്റെ ധൈര്യം അവന് രോഗശമനം കൊടുക്കുന്നു, എന്നാൽ തളർന്ന മനസ്സിനെ ആര് സഹിക്കുമെന്ന്. ഒന്നുകൂടെ പറയട്ടെ, പുരുഷന്റെ ധൈര്യം അവന് രോഗശമനം കൊടുക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ധൈര്യമാണ്. തളർന്നു പോയാൽ അവനെ ബലപ്പെടുത്താൻ വലിയ പാടാണ്. ഞാൻ ആ ഭാഗത്തിന്റെ ഗൗരവത്തിലേക്ക് കയറി വരാം. ഈ 13-ന്റെ 21 സത്യത്തിൽ യേശു എന്തിനാണ് കലങ്ങിയത്? നിങ്ങൾ ആ ഭാഗം താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ കാണാം. ഒരു വാക്യം ഒന്ന് താഴോട്ട് വായിച്ചേ പ്ലീസ്. ഇനി അത്രയും വായിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യേശു എന്തിനാ കലങ്ങിയെന്ന്? കലങ്ങിയ കാര്യം സിമ്പിളായിട്ട് വഴി വെച്ചിട്ടുണ്ട്. യൂദ യേശുവിനെ ഒറ്റിയതാണ് വിഷയം. യേശു ദൈവമായിട്ട് പോലും ഇനി യേശുവിൻ്റെ ദൈവത്വത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവചിച്ചിട്ടുണ്ട്, പ്രാണസ്നേഹിതൻ നിനക്കെതിരെ ഒറ്റുമായിട്ട് വരുമെന്ന്. ഹല്ലേലൂയ. 1000 വർഷം പഴക്കമുള്ള ഒരു ദൂത് യേശുവിൻ്റെ ചെവിക്കകത്ത് കിടപ്പുണ്ട്.
ഇനി മറുപമലയിൽ യേശുവിന്റെ നിര്യാണത്തെ കുറിച്ച് ഏലിയാവും മോശയും അവനോട് പറയുമ്പോൾ ഗാൽഗുത്തായുടെ നെറുകയിലേക്ക് ഓടിക്കയറുന്ന യേശു ആ സീസണിൽ അനുഭവിക്കേണ്ട എല്ലാ മാനസിക സംഘർഷങ്ങളും യേശുവിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ യൂദ ഒറ്റുവന്ന് യൂദ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യൂദയ്ക്ക് കിടക്കാനുള്ള ഗർഭപാത്രം അവൻ്റെ അമ്മയിലുണ്ടാകുന്നതിന് മുമ്പ് ഈ ഒറ്റിനെ കുറിച്ച് അറിഞ്ഞ ആളാണ് സ്വർഗത്തിലെ ദൈവമെന്ന് പറയുന്നത്. എന്നിട്ടും എന്തിനാ കലങ്ങിയത് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പിന്നെന്തിനാ കലങ്ങിയത്? മറുപടി വളരെ സിമ്പിളാണ്. യേശുവോട് ചോദിച്ചാൽ മതി. ഒറ്റുവെന്ന് എനിക്കറിയാം, ഇവനാണ് ഒറ്റുന്നെന്നും എനിക്കറിയാം. കെട്ടിപ്പിടിച്ച് അവന്റെ ചെവിയിലാ ചോദിച്ചത്, ചുംബനം കൊണ്ടാണോ മക്കളെ എന്ന് പറഞ്ഞാൽ ഒരുത്തൊരു ഒറ്റുമം അറിഞ്ഞിട്ടും ബാക്കി 11 പേരുടെ നടുവിൽ അവൻ ഒറ്റുകാരനാന്ന് പറയാത്ത യേശുവിന്റെ ഹൃദയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആളുകൾക്ക് കിട്ടിയ വരം ആകെ ഒരാൾ മാത്രം അറിഞ്ഞ കാര്യം വൈകുന്നേരം കൊണ്ട് 1,00,000 പേരെ അറിയിക്കുന്നതാണ് നമ്മുടെ കൃപ. മിണ്ടുന്നില്ലല്ലോ കർത്താവേ. ഒറ്റുവെന്ന് ഉറച്ചിട്ടും ചെവി ചെന്ന് ചോദിക്കുന്ന മക്കളെ ഒറ്റുവാണോടാ, അതിന്റെ അർത്ഥം എന്നറിയോ? ആമേ, ബാക്കി 11 പേര് ഇവനെ അപമാനിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. എന്ന മനസ്സാ കർത്താവിന്റെ. അപ്പൊ യേശു പറഞ്ഞ വാക്കാണ്, ആമേൻ, ഇവൻ ഒറ്റുവെന്ന് എനിക്ക് അറിയാമെങ്കിലും കഴിഞ്ഞ 42 മാസം ഇവൻ എൻ്റെ ഈ നെഞ്ചത്ത് ചാരിയതാണ്. യേശുവിനെ വലച്ചത് ദൈവികതയല്ല, യേശുവിനെ വലച്ചത് വൈകാരികതയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ മോശയുടെ കയ്യിൽ എല്ലാവരും എന്നെ കേട്ടിരിക്കണേ. അങ്ങ് ഹോറേബിലോട്ട് കയറി ചെന്നപ്പോ തമ്പുരാൻ ചോദിച്ചു ഓർക്കുന്നുണ്ടോ, എന്താ ഇയാളുടെ കയ്യിലിരിക്കുന്നത് ചോദിച്ചു ഓർക്കുന്നുണ്ടോ? എന്റെ ദൈവം ഒന്ന് മൂള്, എന്താ ഇയാളുടെ കയ്യിലിരിക്കുന്നത് എന്ന് ചോദിച്ച്. ഈ സത്യത്തിലുണ്ടല്ലോ, ഒരു സമയം കുറെ ആളുകൾ ഒരു യോഗത്തിന് വന്നിച്ച് നിലാവത്തെ കോഴിക്കുഞ്ഞിനെ പോലെ ഇരുന്നാൽ അവരോട് അങ്ങനെ തന്നെ പ്രസംഗിച്ചേച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ ദൈവദാസന്മാർക്ക്. അതിൻ്റെ ആവശ്യമുള്ള കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ 2 സൈഡിൽ നേർക്കെട്ട് കയറുന്നതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച്. പക്ഷേ ഞാനൊന്നും അങ്ങനെ ശുശ്രൂഷിച്ച് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആമേ അനങ്ങുകയെന്ന് ഉറപ്പിച്ചാലോ പള്ളക്കിട്ടെങ്കിലും കുത്തി 3 സ്തോത്രം പറയിപ്പിച്ചേച്ച് പോകുന്നത്. ആ സ്തോത്രമെങ്കിലും അക്കൗണ്ടിൽ കിടക്കട്ടെ എന്ന് ഓർത്താ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോർത്ത് തന്നെ ഉപദ്രവിക്കരുത്. ഒരു ശകലം തരും, ഒന്ന് സ്തോത്രം പറഞ്ഞു. ഇനി ഒരു സ്തോത്രവും പറഞ്ഞില്ലേലും നല്ല മുഖത്തോടെ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അനങ്ങിയൊക്കെ ഇരിക്കാമെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന മോർച്ചറിയിലല്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനകത്ത് വരും. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരു പാസ്റ്ററോട് ഞാൻ ചോദിച്ച്, എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ പുള്ളി എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു മറുപടിയാണ്, ഈ സെമിത്തേരി മെഴുകുതിരി കത്തിക്കാൻ പോയ പോലെ ഉണ്ടായിരുന്നെന്ന്. അപ്പം ഞാൻ പിടിച്ചു നിർത്തിച്ച പുള്ളിയോട് ചോദിച്ചു, അതെന്നെ അങ്ങനത്തെ ഒരു വ്യാഖ്യാനം. അന്നേരം പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു, സെമിത്തേരി കൊണ്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഏതെങ്കിലും ശവം എഴുന്നേറ്റ് താങ്ക്സ് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഞാനവിടെ ഏതാണ്ടൊക്കെ ചെയ്തു, അവരാരും ഒന്നും മിണ്ടിയില്ല, ഞാനിങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പോട്ടെ. ഈ മോശയുടെ കയ്യിൽ വടിയിരിക്കുമ്പോൾ തമ്പുരാൻ ചോദിച്ചു, മോശെ ആഴത്ത് കേൾക്കണേ, എന്താ ഇയാളുടെ കയ്യിലിരിക്കുന്നത്? മോശ പറഞ്ഞു, എൻ്റെ കയ്യിരിക്കുന്ന വടിയാ. താഴോട്ടിടാൻ പറഞ്ഞു. താഴോട്ടിട്ടപ്പോൾ ഈ വടി ചാടിക്കറി പാമ്പായി. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം മോശ ഓടിയെന്നാണ്. ആണോ? വായിച്ചിട്ടുണ്ടോ? മോശ ഓടിയ. ഞാനിത് വായിച്ച് കുത്തിയിരുന്ന് ചിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്നറിയോ? മോശ ഒരു ഇടയനാണ്. നിങ്ങൾ ഇടയശാസ്ത്രം പഠിക്കണം. ഞാൻ ഇടയശാസ്ത്രം പെന്തിക്കോസിന്റെ ഇടയശാസ്ത്രമല്ല, ഒറിജിനൽ ഇടയന്റെ ശാസ്ത്രം പഠിക്കണം. ഒരു ഇടയന് മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം സ്നേക്ക് ബൈറ്റ് ആണ്. ഏറ്റവും വലിയ പ്രശ്നം ഇവന്റെ ആടിനെ പാമ്പ് കുത്തുന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നം ഇവൻ നേരിടുന്നത് സ്നേക്ക് ബൈറ്റ് ആണ്. അപ്പോ ഈ ഇടയശാസ്ത്രം പറയുന്നത് ഒരു സീസണിൽ തന്നെ 1000കണക്കിന് പാമ്പുകളെ ദയാദാക്ഷിണ്യമില്ലാതെ ഒരു ഇടയൻ കൊല്ലേണ്ടി വരും. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ മോശ മരുഭൂമി എന്നുകൊണ്ട് വാവാ സുരേഷിനെ ഒന്നും വിളിക്കാൻ പോകില്ല, ഒറ്റ കീറ് കൊടുക്കും. ഹല്ലേലൂയ. വാവാ സുരേഷ് ഇവിടെ വരുമ്പോൾ ആ കണ്ട പാമ്പ് പെറ്റ് പെരുകി അതിന് 9 കുഞ്ഞുങ്ങളും ആകും.
അവിടെ കോട്ടയത്ത് വരുമ്പോൾ. അതിനേക്കാൾ നല്ലത് ഒറ്റ പൊട്ടീനെ കൊണ്ട് കൊടുക്കുക. മോശ സീസണിൽ ഞാൻ ആ ദൂതിലേക്ക് കയറി ധാരാളം പാമ്പുകളെ കൊണ്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞ തലയെടുപ്പോടെ നിൽക്കുന്ന രാജവമ്പാലയൊക്കെ ഒറ്റയടിക്ക് 7 കിലോമീറ്റർ അപ്പുറത്ത് പറഞ്ഞു കൊടുക്കും ഈ പുള്ളി. കാര്യം ഈ മനുഷ്യൻ്റെ പവർ നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യൻ ഒറ്റ ഇടി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പകുതി മണ്ണിനടി ചെന്നെങ്കിൽ ആ മോശയുടെ ഇടിയുടെ പവർ എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിവിടെ വലിയ ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരിടിക്ക് ഒരുത്തനെ മണ്ണിനടിയിൽ എത്തിക്കുന്ന ഒരു പവറുള്ള മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 3 തൂമ്പ മണ്ണൂടെ ഇട്ടപ്പോൾ ശവാടക്ക് കഴിഞ്ഞു. അത്ര ഭയങ്കര മനുഷ്യൻ. എന്തിനാ ഈ പാമ്പിനെ കണ്ടപ്പോൾ ഓടിയെന്ന് ഞാൻ മോശയോട് ചോദിച്ചപ്പോൾ മോശ എന്നോട് പറഞ്ഞ മറുപടി എന്നറിയാമോ? സുഭാഷേ, ഞാൻ പാമ്പിനെ പേടിച്ച് ഓടിയെന്നായി പൊട്ടന്മാരെല്ലാം വിചാരിച്ചത്. ഞാൻ പാമ്പിനെ അല്ല പേടിച്ച് ഓടിയത്. പക്ഷെ ഈ നിൽക്കുന്ന പാമ്പുണ്ടല്ലോ, ഇത് കഴിഞ്ഞ 40 വർഷം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന എൻ്റെ വടിയാ. മനസ്സിലായില്ല? ഈ ഈ വടി എനിക്കെതിരെ ഇങ്ങനെ തിരിയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. മോശ പേടിച്ചത് പാമ്പിനെയല്ല, മോശയ്ക്കുണ്ടായ അസ്വസ്ഥത വൈകാരികതയാ. ഹല്ലേലൂയ. ചില മക്കളൊക്കെ നമുക്കെതിരെ തിരിയുമ്പോൾ, ചില ഭർത്താക്കന്മാരും ഭാര്യമാർക്കെതിരെ തിരിയുമ്പോൾ, ചില വിശ്വാസി പാസ്റ്റർക്കെതിരെ തിരിയുമ്പോൾ, ചില പാസ്റ്റർ വിശ്വാസിക്കെതിരെ തിരിയുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. അതാ വിഷയം. ഹല്ലേലൂയ. എവിടെയാ കുഴയുന്നത്? 57 യൂണിറ്റ് വേദനയാ ഒരമ്മ ഒരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ. 57 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 അസ്ഥി വട്ടം ഓടിയുന്ന വേദന. 20 ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥി ഉള്ളതിൽ 20 അസ്ഥി പച്ചയ്ക്ക് വട്ടം ഓടിയുന്ന വേദനയ്ക്കാണ് ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആമേൻ. മെഡിക്കൽ മേഖല പറയുന്നത് 47 യൂണിറ്റ് കൂടുതൽ വേദന മനുഷ്യൻ അനുഭവിക്കത്തില്ലെന്നാണ്. മനുഷ്യൻ കോമയിലോട്ട് പോകും, മനുഷ്യൻ ഓഫായി ഷട്ട് ഡൗൺ സിസ്റ്റം ഉണ്ട്. പണ്ട് ഒരുത്ത 3-ാം നിലയുടെ മേളിൽ നിന്ന് താഴെ പോയി, ഭാഗ്യത്തിന് അവിടെ ഇട്ടിരിക്കുന്ന എംസാൻഡിനകത്ത് വന്ന് വീണുകൊണ്ട് രക്ഷപ്പെട്ടു. ബോധമില്ലാതെ എടുത്തുകൊണ്ട് ആശുപത്രി പോയപ്പോൾ കൂട്ടുകാരൻ ചെന്നേച്ച് പറയാം, ഏതായാലും നിനക്ക് 3 നിലയും കണ്ടു പോരാൻ പറ്റിയല്ലോ എന്ന്. നരാവ് പറഞ്ഞില്ലടാ, മറിയുന്നതേ ഓർമ്മയുള്ളൂ, ഞാൻ ഔട്ടായി പോയെന്ന് പറയുന്നത്. അപ്പം ഈ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം ആഭിചാരകനോടും വ്യഭിചാരിയോടും തോന്നിവാസിയോടും മർക്കടനോടും എല്ലാം ദൈവം ഒരു ലിമിറ്റിൻ്റെ മേളിലോട്ട് ദൈവം വേദന കൊടുക്കുകയില്ല ആർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എത്ര ഭയങ്കരമാണ്. അപ്പോൾ 47 യൂണിറ്റിന് അപ്പുറത്ത് വേദന പറ്റുകയില്ല മനുഷ്യന്. 47 യൂണിറ്റിന് മേളിൽ വേദന. ആ മനുഷ്യൻ്റെ സിസ്റ്റം വെച്ച ദൈവം ഒരമ്മയുടെ മേലൊരു സിസ്റ്റം വെച്ചു, നീ 57 യൂണിറ്റ് വേദന അനുഭവിക്കണം കൊച്ചിനെ പ്രസവിക്കുമ്പോൾ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പക്ഷെ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ മക്കളെ പെറ്റ ഒരമ്മ പോലും ബോധം കെട്ടിട്ടില്ല. ഇത് ഞാൻ നാട്ടുകാരോട് പോയി ചോദിക്കണോ അതോ നിങ്ങൾ മറുപടി പറയുമോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഒരമ്മയും ഇന്ന് വരെ. പിന്നെ ഇവർ വലുതായി കഴിയുമ്പോൾ കാണുമ്പോഴാണ് നമ്മുടെ ബോധം പോകുന്നത്. വലിയ അങ്ങാതിഥ്യം പരിപാടിയൊക്കെ കാണിക്കുക, അന്നേരം നമ്മുടെ ഉള്ള ബോധവും കൂടെ അങ്ങ് പോവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ വൈകാരികതയാണ് നമ്മുടെ പെയിൻ എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം പറ കൂടവാ കരങ്ങരുത്. കാര്യം എന്നറിയോ? നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഇളക്കും. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, ഒരു ലിമിറ്റിൽ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ പോയി ഇടിച്ചു കയറിയിട്ട് നാളെ കിടന്ന് തലയിട്ട് തറയിലടിച്ച് കരയുന്നതിനേക്കാൾ നല്ലത് അവനവന്റെ പൊസിഷൻ നോക്കി മര്യാദക്ക് നിൽക്കുന്നതാ. ഹല്ലേലൂയ. കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടെ പോകരുന്ന വേദോത്സവത്തിലെ വാക്യം. ചിലർക്ക് അങ്ങ് ചർച്ച വന്ന് അങ്ങ് കയ്യും കൊടുത്ത് ബന്ധം അങ്ങ് കൂടിക്കഴിയുമ്പോൾ സഭായം കഴിഞ്ഞ് അച്ഛൻ ഇച്ചിരി കപ്പ ഒഴുകിയത് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്ന്. എന്നിട്ട് അവിടെ ചെന്നിട്ടോ ഇന്നത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം അച്ഛൻ്റെ നേരെയാ പാസ്റ്റർ വിട്ടത്. പാസ്റ്റർ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാ, ആ നശിച്ച പിശാച് നമ്മുടെ നടുക്ക് വരാതിരിക്കാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഭാഗ്യം പറ. അതിൻ്റെ അടുത്ത വാക്യം സഹിക്കാൻ മേലാത്തത്, മടി വെന്തു പോകാതെ മടി തീ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്ക്. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ വൈകാരിക മേഖലകൾ തുറന്നാൽ, അത് ഭാര്യയോടാവട്ടെ, പറ നിങ്ങൾ സഹായിക്കുന്നില്ലേ, മക്കളോടാവട്ടെ, കൂട്ടുകാരോടാവട്ടെ, ഇതെല്ലാം കുഴപ്പമാണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ടാ അവങ്കിലേക്ക് നോക്കിയവർ ഈ പിള്ളേരുടെ
ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ ടോക്സിക് റിലേഷൻസ് എന്ന് പറയും. ടോക്സിക് എന്താ? നിങ്ങൾ പിള്ളേരുണ്ടോ മിണ്ടായിരിക്കുന്ന വാക്ക് കേട്ടിട്ടില്ലേ? അയ്യോടാ, ഞാൻ ബോർഡ് എഴുതി പഠിപ്പിക്കാം. ടോക്സിക്, പൊല്യൂഷൻ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ. ഈ ടോക്സിക് ചില ആളുകൾ അവരോട് ഇപ്പം ഞാൻ മാത്യു പാസ്റ്ററോട് കൂട്ടുകൂടിയാൽ പിന്നെ ഞാൻ വേറെ ആരോടും മിണ്ടാൻ പറ്റുകയില്ല, ഞാൻ വേറെ ആരുടെ കൈ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ കൈ കൊടുത്തത്? നിങ്ങൾ എന്തിനാ കുലുക്കിയത്? നിങ്ങൾ അവരെ നോക്കിയപ്പോൾ ചിരിച്ചപ്പോൾ അണപ്പല്ല് വരെ കണ്ടായിരുന്നല്ലോ. ടോക്സിക്കാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വാതന്ത്ര്യം പണയം വെച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയമേ കുഴിവെട്ടി അതിനകത്ത് കയറി കിടന്നു മണ്ണിട്ട് മൂടുന്നതാണ്. വെറുതെ മനസ്സിലായോ? വൈകാരികത. ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. 3 വാഗ്ദത്തങ്ങൾ. ഒന്നാമത്തെ വാഗ്ദത്തം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. രണ്ടാമത്തെ വാഗ്ദത്തം, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയാ. ഒരാമയം പറഞ്ഞാട്ടോ ദൈവമക്കൾ. എന്നാ നാമത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ശാരോനിന്റെ പനിനീർ പുഷ്പം പോലെ താഴ്വരയിൽ. ആ നാമത്തിനകത്ത് ഒരു നാമം ഞാൻ പറയാം, യഹോവ ഈരേ. ആ നാമം കരുതുന്ന നാമമാണ്. എനിക്കറിയില്ല, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ ചില വലിയ കരുതലുകൾ നല്ലപോലെ കൈയടിച്ച് നല്ലപോലെ വായി തുറന്ന് ചിന്തിക്കാത്ത, നനയ്ക്കാത്ത എന്നോട് ദൈവാത്മാവ് ഈ ആലയത്തിനകത്ത് നിൽക്കുമ്പോ പറയുന്നു, അവ ഒരിക്കലും നനയ്ക്കാത്ത ചില ദൈവിക കരുതലുകൾ ചില വീടുകളുടെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ. അന്യഭാഷ പറ. കരമടിക്കാമെങ്കിൽ കരമടിച്ച് ഹല്ലേലൂയ. സ്വീകരിക്ക് ദൈവിക കരുതലുകൾ ചില വീടിന്റെ അകത്ത് നടക്കട്ടെ. ആ വാക്ക് പിന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ, യഹോവ ഈരയായി ചില വീടുകളിൽ ഇറങ്ങാൻ പോകുകയാ. നിങ്ങൾ ഏറ്റെടുക്കാൻ വളരെ അത്യാവശ്യമായി അബ്രഹാമിനോട് ബന്ധപ്പെട്ട് 1-2 കാര്യം ഞാൻ പറയാം. അബ്രഹാമിന്റെ വീട്ടിലുണ്ടായ 2 തലമുറകളാണ്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ പറയണേ. ഒന്ന് ഇസ്മായേലും ഒന്ന് ഇസഹാക്കും. ഇസ്മായേലിനോട് ബന്ധപ്പെട്ട ഒരു ദൂത് ഞാൻ പറയാം. ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ഇസ്മായേലിനെ പുറത്താക്കേണ്ടി വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു തുരുത്തിയിലെ വെള്ളവും ഒരടയും കൊടുത്ത് അബ്രഹാം ഇസ്മായേലിനെ പുറത്താക്കുകയാ. പക്ഷേ അബ്രഹാം പുറത്താക്കിയ ഇസ്മായേലിനെ വഴിയിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ കാണുകയാ. ഞാൻ ദൈവമക്കളോട് പറയാ, മനുഷ്യൻ ഒഴിവാക്കിയാലും ഇടയ്ക്കിട്ട് നിന്നെ തൊടാൻ. അയ്യോ, ഇത് പോരാ. മനുഷ്യൻ ഒഴിവാക്കിയാലും കൈയടിക്കാങ്കിൽ കൈയടിക്കാങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവമക്കളോട് ഒരു പ്രവചന ദൂത് പറയാം. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും എൻ്റെ പ്രിയപ്പെട്ട അങ്കിളുമാരും എന്നെ ആഴമായി ശ്രദ്ധിക്കണം. ആമേൻ. വാഗ്ദത്തമുള്ള നിന്റെ തുരുത്തികൾ ശൂന്യമാകുന്നുണ്ടെങ്കിൽ അത് നിന്റെ നാശത്തിന്റെ സിഗ്നൽ അല്ല, വറ്റാത്ത ഉറവ ദൈവം തുറക്കാൻ പോകുകയാ. സ്വീകരിക്കാനില്ലല്ലോ, സ്വീകരിക്കുന്നവരില്ലല്ലോ. അവൻ വറ്റുന്നിടത്തുനിന്ന് വറ്റാത്തത് തുറക്കാൻ, വറ്റുന്നിടത്തുനിന്ന് വറ്റാത്തത് തുറക്കാൻ.
നല്ലപോലെ കൈയടിച്ച് നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് അതൊരു പ്രവചനമായി സ്വീകരിക്ക. അതൊരു പ്രോഫസിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചിനെ ഒരു കുറുങ്കാടിലെ തണലിട്ടിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് മാറിപ്പോയിരുന്ന ഒരു അമ്മ പ്രാർത്ഥിക്കുക, കൊച്ചിന്റെ മരണം, കൊച്ചത്തി പറ, കൊച്ചിന്റെ മരണം എനിക്ക് കാണണ്ട. ദൈവമക്കളോട് ഞാൻ വളരെ ആഴമായി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കുന്ന ദൂതും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് പോയി ആലോചന കേട്ടിട്ട് ആലോചനയോട് ബന്ധമില്ലാത്ത പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ കേട്ട ദൈവാലോചന നിങ്ങളുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. മണർകാട് നമ്മെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, മണർകാട് പള്ളിക്കും പുതുപ്പള്ളി പള്ളിക്കും ഇടയ്ക്കാണ് ഞങ്ങളുടെ കുഞ്ഞു ചർച്ച്. ആ പള്ളിയിൽ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന കൂറ്റൻ മണിയുടെ വിലയില്ല നമ്മുടെ ചർച്ചിന്. എങ്കിലും അതിനെ തൊഴുകുന്ന ചോരയ്ക്ക് ഭൂമിയൊക്കെ വിലയാ. അങ്ങനെ ചർച്ച തുടങ്ങി. ധാരാളം പ്രശ്നങ്ങൾ ദൈവസഭയ്ക്ക് നേരെ ഉണ്ടായി, ധാരാളം വെല്ലുവിളികൾ. 2 വർഷം സഭയ്ക്കെതിരെ ഭയങ്കര കേസ് ഉണ്ടാകുകയാണ്. ആമേൻ. അവിടെ കോട്ടയം കളക്ടർ, മണർകാട് പോലീസ് സ്റ്റേഷൻ, മണർകാട് പഞ്ചായത്ത്, അങ്ങനെ വിവിധ തരത്തിൽ, വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ കേസുകൾ ദൈവസഭയ്ക്കെതിരെ. ആമേൻ. മണർകാട് പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ കട്ടിട്ടില്ല, കൈയിട്ട് വാരിയിട്ടില്ല, ഭവനഭേദനം ചെയ്തിട്ടില്ല, പോടാന്നൊരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. എന്തിനാ ഞാൻ ഇതിൻ്റെയൊക്കെ മുറ്റത്ത് കയറി നിൽക്കേണ്ടി വന്നത്? അന്നേരം ഒരു വാക്ക് ഞാൻ കേട്ടു, എൻ്റെ നാമം നിമിത്തം. ഓ, കണ്ണും തുടച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു, ഞാൻ എൻ്റെ സഭയെ പണിയും. അയ്യോ, ആ വാക്കെൻ്റെ പാസ്റ്റർ എന്നെ വല്ലാതെ അങ്ങ് ഒലച്ചു കളഞ്ഞു. കാര്യം എന്നറിയോ? പഴയ നിയമത്തിൽ, നിങ്ങൾ എന്നെ കേൾക്കണേ പ്ലീസ്, പഴയ നിയമത്തിൽ ദൈവത്തിന് 2 പ്രോജക്റ്റുകളുണ്ട്. ഒന്നാമത്തെ സമാഗമന കൂടാരമാ, പണിതത് ബെസലേലും ഒഹോലിയാവുമാ. പണിയിപ്പിച്ചത് ദൈവമാണെങ്കിലും, ബാക്കി പറ, പണിതത് ബെസലേലും ഒഹോലിയാവുമാ. 2 നോഹയുടെ പെട്ടകം. പണിയിപ്പിച്ചത് സ്കെച്ചും പ്ലാനും ദൈവത്തിൻ്റെയാ, പക്ഷെ പണിതത് നോഹയാ. അപ്പോ അഭിഷേകമുള്ള മനുഷ്യരെ വെച്ച് പണിയാൻ എൻ്റെ ദൈവത്തിന് അറിയാം. എന്നാൽ പുതിയ നിയമത്തെ സഭ വരുമ്പോ ഒരു നോഹയും പണിയണ്ട, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാ കർത്താവ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് കൈ കടത്താൻ ഒരാൾക്കും അനുവാദമില്ല. എത്ര പേരാ കൈ ഉയർത്തി ആമേൻ പറയുന്നുണ്ട്? പ്ലാമൂട് സഭ ഞാൻ എത്രയോ തവണ വന്ന് ശുശ്രൂഷിച്ച സഭയാ. ഇവിടുത്തെ ഫാൻ മേടിച്ചത് ഒരാളായിരിക്കും, ഇവിടുത്തെ AC മുഴുവൻ സ്പോൺസർ ചെയ്തത് വേറെ ഒരാളായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ഈ ഹോളിന് സ്ഥലം കൊടുത്തത് ഒരാളായിരിക്കും. പക്ഷേ ഒരു കാര്യം, സഭ പണിയുന്നത് ഫാൻ മേടിച്ചവനും വസ്തു കൊടുത്തവനും അല്ല. സഭ, ഓ കമോൺ, സഭ പണിയുന്നത് സഭ പണിയുന്നത് I will build my church. ദൈവസഭയ്ക്കെതിരെ ധാരാളം പ്രശ്നങ്ങൾ. ആമേൻ. ആദ്യം എൻ്റെ വീടിൻ്റെ ഭിത്തി പൊളിച്ചിട്ടാണ് പെരയ്ക്കകത്ത് ആദ്യം ഒരു കൂട്ടായ്മ തുടങ്ങിയത്. ആമേൻ. അത് കഴിഞ്ഞ് വീടിൻ്റെ മേളിൽ വേറൊരു കെട്ടിടം പോലെ പണിത് സഭ അവിടെ തുടങ്ങി. അന്നേരമാണ് ചർച്ചിനെതിരെ കേസ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ സഭ അന്നത്തെ കാലത്ത് 12 ലക്ഷം രൂപ കടത്തി നിൽക്കുക. അന്നേരം കർത്താവിനോട് പറഞ്ഞു, അടുത്ത ആലയം പണിയണം. അടുത്ത ആലയം പണിയാൻ വേണ്ടി അടിസ്ഥാനം വിട്ടു. സഭയ്ക്കെതിരെ കേസ്, പഞ്ചായത്ത് മുഴുവൻ ഇളകി വന്നു, പണി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. മൊത്തം പ്രശ്നങ്ങൾ. ഞാനൊന്നും വിശദീകരിക്കല്ല, പ്രശ്നത്തോട് പ്രശ്നം. ഞങ്ങളുടെ ദൈവമക്കളെല്ലാം ചോദിച്ചു, എന്താ ചെയ്യുന്നു? ഞാൻ ചോദിച്ചു, ഇത്ര നാൾ എന്നാ ചെയ്തത്? അവർ പറഞ്ഞു, വന്ന് പാടി ആരാധിക്കാം. ഞാൻ പറഞ്ഞു, അത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പ്രശ്നം വരുമ്പോൾ എക്സ്ട്രാ ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല. നടുവേദന വരുമ്പോൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, കഴുത്തുവേദന വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ദൈവസഭയ്ക്കകത്ത് പല എക്സസൈസ് ഇല്ല, എല്ലാത്തിനും കൂടെ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥന, ആരാധന, ഉപവാസം. ഇരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവമക്കൾ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പാസ്റ്ററെ, ഞാനൊരു പൊട്ടനെ പോലെ ആ മുറ്റത്തൂടെ എല്ലാം നിർദ്ദേശിച്ച് ഞാൻ പറയും, ഇവിടെ വണ്ടിയിടും, ഇവിടെ വണ്ടിയിടും, ഇവിടെ വണ്ടിയിടും, ഇവിടെ വണ്ടിയിടും. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എവിടെ വണ്ടി ഇടുമെന്നല്ല പറഞ്ഞത്, ഇവിടെ
അങ്ങനെ ഞങ്ങളുടെ മുറ്റംപടിയെല്ലാം ഞാൻ നടക്കും. ഞാൻ പറയും ഇതിനകത്തോട് ഇങ്ങനെ ആളുകൾ അകത്തോട്ട് കയറും, ഭയങ്കര ആരാധന നടക്കും, ഭയങ്കര ഇതാ. അന്നേരം ഞങ്ങളുടെ ഒരു ചർച്ചയിൽ സൗരം പറഞ്ഞ ആദ്യം ഈ കേസൊന്ന് മാറട്ടെ. ഞാൻ പറഞ്ഞു ഇയാൾ പോയി പണി നോക്ക്, കേസൊക്കെ തമ്പുരാൻ എന്നെ മാറ്റി. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളുടെ സത്യം പറയാം, ആമേ, കേൾക്കുന്ന പ്രവചനവും നിങ്ങളുടെ പ്രയറും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇല്ല ദൂത് കേൾക്കാൻ പോകരുത്. ഹല്ലേലൂയ. അല്ല ദൂത് കേൾക്കാൻ പോകരുത്. എന്നാ കേട്ടത്? ആമേ, ഞാൻ വേഗം മുൻപോട്ട് വരാം. ഈ അബ്രഹാം ദൈവത്തിന് വേണ്ടി നിന്നു. എനിക്കറിയില്ല ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാ എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. ആമേൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ആരാണ്ട് മനസ്സിൽ ഓർത്തനെന്നറിയോ? വെള്ളം കിട്ടാത്ത പൈപ്പുള്ള ഉണങ്ങിയ ഒരു പഞ്ചായത്തിനകത്ത് നിന്ന് അബ്രഹാം ഇറങ്ങിയ നോ. അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സിറ്റിയാണ് മെസപ്പൊട്ടോമിയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു ഹൈലി വോൾട്ടേജ് ഉള്ളൊരു സിറ്റിക്ക് ഈ മെസപ്പൊട്ടോമിയ. ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാം ദൈവത്തിന് വേണ്ടി ചാടി ഇറങ്ങുക. എന്നോട് കൂടെ നിൽക്കണേ. ആമേ, ചരിത്രം വായിച്ചാൽ അറിയാം, അബ്രഹാം യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്താണ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. ആമേ, ചരിത്രത്തിൽ ഒരിടത്തും അബ്രഹാം എങ്ങനെയാ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തെന്ന് രേഖയില്ല. പിണ്ടിച്ചങ്ങാടം കെട്ടിയാണോ, അതോ മുളച്ചങ്ങാടം കെട്ടിയോ, അതേ കമ്പെ കൊത്തി വെട്ടിലിയാടുന്ന പോലെ ചാടിച്ചാടിയാണോ, അതോ ഉപ്പുവെള്ളം കുടിച്ച് നീന്തിയാണോ, ഒന്നും എനിക്കറിയില്ല. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ ദൂത് വായിക്കുമ്പോൾ എനിക്കൊരു തുള്ളൽ വരും. കാരണം എന്നറിയോ? അപ്പൻ ദൈവത്തിന് വേണ്ടി ഒരു നദി കടന്നപ്പോൾ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടല് വറ്റിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി തോട് കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി കടല് തുറക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഈ സഭയെ നോക്കി ഈ വേദപുസ്തകം ഉയർത്തി പ്രവചിക്കുകയാണ്. ഇവിടുത്തെ ചില തലമുറകൾക്ക് ചിന്തിക്കാത്ത ചില വഴികൾ തുറക്കട്ടെ. ഓ അയ്യോ, ഇത് പോരാ, ഇത് പോരാ. ഇവിടുത്തെ തലമുറകൾക്ക് വിചാരിക്കാത്ത ചില ഡോറുകൾ തുറക്കട്ടെ. നല്ലപോലെ ആരാധിക്ക്. ആമേ, മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ആരാധിക്ക്. ആമേ, ചില കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് അയക്കട്ടെ. ചില തലമുറകൾ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ കയറട്ടെ. എന്റെ പൊന്ന് പിതാക്കന്മാരെ, എന്റെ പൊന്നമ്മമാരെ ഒന്ന് സ്തോത്രം ചെയ്യാ. ആമേ, മുൻപോട്ട് വരാം. ഈ അബ്രഹാം ദൈവത്തിന് വേണ്ടി നിന്നു. അയ്യോ, വലിയ ഭീകരമായ കാര്യം. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ പ്ലീസ്. ഒരു ഭീകരമായ കാര്യം. ദൈവത്തിന് വേണ്ടി താഴോട്ട് നിൽക്കുവാണേ. ദൈവത്തിന് വേണ്ടി നിന്ന് ഈ മനുഷ്യൻ 24 വർഷം മറുപടി ഇല്ലാതെ അലയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, തിരുവനന്തപുരത്ത് ഒരു സഭയിൽ പോയിട്ട് 24 വർഷം മറുപടി കിട്ടാത്തൊരു വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. 24 വർഷം കൊണ്ട് 25 സഭ മാറും ചിലര്. അവിടെ പോയാൽ വിടുതലില്ല. ഇവിടെ പോയ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, വിടുതൽ ഉണ്ടാക്കുന്നത് സഭയല്ല, വിടുതൽ ഉണ്ടാക്കുന്നത് യേശുവാണ്. ഇന്നാളൊരാൾ പറഞ്ഞു, എൻ്റെ പറമ്പിൽ നിന്നാ സൂര്യനെ കാണാമെന്ന്. കേട്ടവരെല്ലാം ഓർത്ത് പുള്ളിയുടെ പറമ്പിൽ നിന്നാലേ സൂര്യനെ കാണാൻ പറ്റുള്ളൂ. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, സൂര്യനെ കാണാൻ ഒരാളുടെ പറമ്പിലല്ല നിൽക്കേണ്ടത്, മേളിലോട്ട് നോക്കാനാ തയ്യാറാകേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. മേളിലോട്ട് നോക്കിയാൽ പറ സൂര്യനെ കാണാം. അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. പിന്നെ ഭൂമിയിൽ കാഹളം ധ്വനിക്കുന്നവരെ നമുക്ക് ചേർന്ന് പോകാൻ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അതാ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം. ഇനി നിങ്ങൾ എന്നെ ഒന്നും ചെറിയാതിരിക്കാൻ ഞാനൊരു സത്യം പറയാം. ആമേ, സ്വർഗത്തിൽ കർത്താവിന് IPC, ചർച്ചകൂട്, ഷാരോൻ, ന്യൂ ഇന്ത്യ, AG, ഈ സഭയുടെ പേരൊക്കെ കർത്താവിന് അറിയാവോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. ആരോടും പറയണ്ട കേട്ടോ. വണ്ടി തല്ലി പൊളിക്കരുത്. ലോണ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. അവിടെ ചെന്നേച്ച് നിങ്ങളിവിടെ ഞാൻ പ്ലാമൂഡ് ഹേജി അന്നേരം കർത്താവ് ദൂതനോട് ആരാടാ അത്? സത്യം, ഞാൻ ഒരു സഭയും ഇകഴ്ത്തി പ്രസംഗിച്ചിട്ടില്ല. ഒരു സഭയും താഴ്ത്തി കെട്ടിയോ ഇതിലൊന്നും ഞാൻ പോകാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊരു സത്യം, കർത്താവിന് നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പേര് അറിയാവോന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഹല്ലേലൂയ. അത് താങ്ങാൻ മേലാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഈ 5 കന്യകമാരുടെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതിനകത്തെ ഈ എണ്ണയില്ലാത്ത 5 പേര് വന്നിച്ച് വാതിലെ മുട്ടിയേച്ച്
ഒരു വാക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്കും കൂടെ തുറക്കണേന്ന് പറഞ്ഞ കർത്താവ് ചോദിച്ചു ചോദ്യം എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ പറ, ഒച്ചത്തിൽ പറഞ്ഞ്. ഞാൻ നിങ്ങളെ അറിയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെത്ര വർഷമായിട്ട് ഈ അക്കോബയുടെ വെള്ള ചുടിദാർ ഇട്ടുകൊണ്ട് കൈ അടിച്ച് നടക്കുക? നിങ്ങൾ തന്നെ പറ. അച്ഛന്മാർക്ക് ആ ചുടിദാർ പിടി കിട്ടിക്കാണില്ല. ലിനന്റെ വെള്ള ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവരെത്ര വർഷമായിട്ട് നാട് വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് ദൈവത്തെ തേടി നടക്കുക. എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ പറ മക്കളെ, ഞാൻ നിങ്ങളെ അറിയുന്നത്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഒത്തിരി ദിവസങ്ങൾ കരഞ്ഞ ഒരു വാക്ക് അതെന്നറിയോ? ഈ എണ്ണയില്ലാത്ത ഒരുത്തനെയും കർത്താവ് അറിയുകയില്ല. പ്ലാമൂട് സഭ ദശാംശം കൊടുക്കുന്നവരെയൊക്കെ കറക്റ്റായിട്ട് അറിയും. പക്ഷേ അഭിഷേകത്തിൻ്റെ എണ്ണയില്ലാത്ത ഒരുത്തനെയും കർത്താവ് അറിയുകയില്ല. ആരാ പറഞ്ഞത്? അത് ഈ പുസ്തകമാണ് പറഞ്ഞത്. എന്താ തെളിവ്? 25-ാം അധ്യായം മത്തായി സുവിശേഷം. ആരാധിക്കാത്ത, അഭിഷേകമില്ലാത്ത, ദൈവസാന്നിധ്യമില്ലാത്ത ഒരുത്തനെയും കർത്താവ് അറിയുക. അവരുടെ കളിയൊക്കെ ഇവിടെ കൊണ്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പ്ലാമൂട് AG സഭയുടെ സെമിത്തേരി കൊണ്ട് തീരുന്ന കളി അതെല്ലാം. ഒരു നല്ല ആമേൻ പറയാവത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിനോട് ഇറങ്ങുന്നില്ല. ഞാൻ 3 കാര്യം പെട്ടെന്ന് പറയാം. 25 വർഷം മറുപടിയില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച പ്രിയരെ, എനിക്കൊക്കെ തുള്ളിച്ചാടുന്നത്. 25 വർഷം മറുപടി ഇല്ലാഞ്ഞിട്ട് ഈ പുള്ളി എന്നെ പുറകോട്ട് പോകാഞ്ഞത്. എനിക്ക് പരിചയമുള്ളൊരു സ്ഥലത്ത് പെന്തിക്കോസിൽ നല്ലതായിട്ട് ആരാച്ചുകൊണ്ടിരുന്നൊരു കുടുംബം. ആ വീട്ടിലെ കൊച്ച് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. പലയിടത്തും ചോദിച്ചു. ഈ പെന്തിക്കോസിലെ നമ്മുടെ പാസ്റ്റർമാർക്കൊക്കെ ഉന്നതങ്ങളിലൊന്നും വലിയ പിടിയൊന്നുമില്ല. നമുക്ക് ആകെ പിടിയുള്ളത് അത്യുന്നതൻ്റെ അടുക്കുള്ളൊരു പിടിയല്ലാതെ വേറെ വലിയ പിടിയൊന്നും നമ്മുടെ ആളുകൾക്കില്ല. കാര്യം നമ്മുടെ ആളുകൾ പൊതുവെ അതിന് ശ്രമിക്കാറുമില്ല. അതുകൊണ്ട് ആ വീട്ടുകാർ പറഞ്ഞു, പാസ്റ്ററെ കൊച്ചിന് അഡ്മിഷൻ ഇല്ല, മക്കളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അന്നേരം പറഞ്ഞു, പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ ഉദ്ദേശിച്ച സമയത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അവരൊരു വലിയ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടതാ. ഓടി നൂഡിൽ ആരും അറിയാതെ അവിടെ ചെന്ന് പള്ളി ചെന്ന് അച്ഛനോട് പറഞ്ഞു, കൊച്ചിന് അഡ്മിഷൻ കിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ തരാം, പക്ഷേ സ്നാനം തെറ്റാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എന്നെ കൈമുത്തി കയറണമെന്ന് പറഞ്ഞു. കൈമുത്തി സ്നാനം തെറ്റാന്ന് പറഞ്ഞ് അവിടെ കയറി കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടി. നാട്ടിൽ കൂടെ ഇങ്ങനെ നമ്മുടെ നാട്ടുഭാഷ, പൗലോസ് ഉപയോഗിച്ചൊരു ഭാഷ ഞാൻ പറയാ, ഞെളിഞ്ഞു നടക്കുക. പൗലോസ് ഉപയോഗിച്ച ഭാഷയാണ്, സുഭാഷ് കുമാർ ഉപയോഗിച്ചതല്ല. ഞെളിയാതെ ഭയപ്പെടുക എന്നുള്ള ഭാഷ പൗലോസിൻ്റെയാ. ഇങ്ങനെ അങ്ങ് നടക്കുക. പക്ഷേ ആ കൊച്ചു കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. 2ാം വർഷം കഴിഞ്ഞപ്പോൾ ചെറിയൊരു പനി വന്നു. 3ാം വർഷമായപ്പോൾ തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, സൗഖ്യമാകാത്ത വലിയൊരു അസുഖം. ഞാൻ ആ അസുഖത്തിൻ്റെ പേര് പറയുന്നില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വലിയൊരു അസുഖം. ഇന്ന് ആ കൊച്ച് അവരുടെ ഏറ്റവും വലിയ സങ്കടമായിട്ട് ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി വരാന്തേക്കൂടെ നടക്കുക. അപ്പം അനുഭവിക്കണമെങ്കിൽ കർത്താവ് പറയണ്ടേ? അപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത മറുപടികളല്ല, അവനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അതാ ബൈബിൾ പറഞ്ഞ വിടുവിച്ചാലും വിടുവിച്ചില്ല. 24 വർഷം ഒരു മറുപടിക്ക് വേണ്ടി കാത്തി. എന്റെ ചോദ്യം അബ്രഹാമിനോടാ, ദൈവത്തെ പള്ളു പറയാൻ മേലെ, ദൈവത്തെ ഉപേക്ഷിക്കാൻ മേലെ? അബ്രഹാം പറയില്ല, പറ്റുകയില്ല. 25-ാമത്തെ വർഷം ഒരു തലമുറയെ കൈ കൊടുത്തപ്പോൾ ശ്രദ്ധിക്ക്, അബ്രഹാമിന്റെ പ്രായം 100. ഞാൻ എൻ്റെ ദൈവമക്കളോടൊരു വാക്ക് പറയാം, എൻ്റെ ദൈവം പ്രവർത്തിക്കും. എന്നാന്നറിയത്തില്ല, പക്ഷെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അന്ന് ഓടിച്ചെന്ന് അബ്രഹാം വീട്ടിൽ ചെന്ന് ഡയറി എടുത്ത് എഴുതി വെച്ചു, ആമേ താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. ഒന്നും മിണ്ടിക്കേ മക്കളെ, ഒന്നും മിണ്ടിക്കേ. അബ്രഹാം ഡയറി എടുത്ത് എഴുതി വെച്ചു. അങ്കിൾമാരൊന്ന് സഹായിച്ചേ. താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. ആമേ അബ്രഹാം എഴുതി വെച്ചു, എൻ്റെ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ലേറ്റ് ആണ്, സോ ലേറ്റ്. ആമേ കുറെ നാൾ കഴിഞ്ഞപ്പോ എൻ്റെ ദൈവം തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ ഈ മകനെ കൊണ്ട് മോറിയായി വാ. മോറിയായി ചെന്നു. വിറകിന്റെ മേളിൽ മകനെ കിടത്തി. കാമേ കയറുകൊണ്ട് കെട്ടി വാള് മേളിലോട്ട് പൊക്കിയപ്പോ തമ്പുരാൻ ഒരൊറ്റ വിളിയാ, അബ്രഹാമേ. അബ്രഹാം ഡയറി എടുത്ത് എഴുതി വെച്ചു, എൻ്റെ ദൈവം താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവമല്ല. ആക്കി തക്ക ഹല്ലേലൂയ. ആമേ തക്ക വമമ സറബ ഹറബ ലബറ ഹതര റകന മസദര. ആമേ ചിലർക്ക് വേണ്ടി ചില തലമുറ ആമേ നല്ലപോലെ ആരാധിക്കാവോ, യേശുവേ എന്ന് വിളിക്കാവോ. ആമേ തക്ക സമയത്ത് ആമേ കരയുന്ന മാതാവേ, കരയുന്ന ദൈവദാസനെ,
തക്ക സമയത്ത്. ദൈവത്തിന്റെ രണ്ട് പ്രത്യേകത. ഒന്ന്, എന്റെ ദൈവം താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. രണ്ടാമത് എഴുതി, എന്റെ ദൈവം തക്ക സമയത്ത്. ഒരു സെക്കൻഡ് വൈകിയാൽ മതി അബ്രഹാമിന്റെ വാള് കൊച്ചിന്റെ കഴുത്തെ വീഴും. ഞാനിത് പ്രസംഗിക്കുമ്പോണ്ടല്ലോ, ഞാനൊരു ഭ്രാന്തനെ പോലെ കിടന്ന് ചാടും. അതിന്റെ കാര്യം എന്നറിയോ? ഈ അബ്രഹാം മകനെ എടുത്ത് കിടത്തിയത് നല്ല ഉണങ്ങിയ വിറകേലാ. നിങ്ങൾ കേട്ടില്ലല്ലേ? ഹല്ലേലൂയ. കൊച്ചിന്റെ ദേഹത്ത് തീ പിടിക്കാതിരിക്കാൻ ഒന്നും അബ്രഹാം ചെയ്തില്ല. നമ്മളാണെങ്കിൽ മൂർച്ചയില്ലാത്ത കത്തിയും നനഞ്ഞ വിറവും കൊണ്ട് യാഗത്തിന് പോകും. എന്നിട്ട് കത്തിയില്ലെന്ന് പറഞ്ഞ് തീ കത്തിയില്ലെന്ന് പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് പോരും. അല്ലെ വെട്ടിയിട്ട് മുറിഞ്ഞില്ലെന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് പോരും. അബ്രഹാം കത്തിക്ക് മൂർച്ചയും വെച്ചു, വിറക് നല്ലപോലെ ഉണങ്ങുകയും ചെയ്തു. പക്ഷെ എന്റെ ഞെട്ടൽ എന്നാന്നറിയാമോ? മേളി കിടക്കുന്നത് വാഗ്ദത്തമുള്ളവനാണെങ്കിൽ ഏത് ഉണങ്ങിയ വിറകിന് തീ പിടിക്കുകയില്ല. ഒരു നല്ല ആമേൻ പറയും. ഇതൊക്കെ കേട്ടിട്ട് ആമേൻ പറയാത്തവർ എന്നാ ബന്ധിക്കോസാന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഓ മൈ ഗാഡ്. ആമേൻ. വാഗ്ദത്തം ഉള്ളവനെ കയറ്റിക്കിടത്തിയിരിക്കുന്നത് എത്ര ഉണങ്ങിയ വിറകാണെങ്കിലും അത് തീ പിടിക്കത്തില്ല. എന്നാ തൊട്ടപ്പുറത്ത് വേറൊരു ദൂത് കിടക്കുക. ഏലിയാവിന്റെ വിറക് 3 പ്രാവശ്യം നനച്ചെന്നാ. രണ്ടാമത്തെ കാര്യം കേട്ടോണം, അവൻ തീ പിടിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ എത്ര നനച്ചാലും ദൈവം തീ പിടിപ്പിക്കും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് പറയുന്നു. ആമേ, ചില നനഞ്ഞ വിഷയത്തിന് തീ പിടിക്കാൻ പോകാം. എന്റെ ദൈവമക്കളും ആരാധിക്കാൻ. പിശാച് നനച്ചത്, മന്ത്രവാദി നനച്ചത് തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ. അന്ധകാര പിശാച് നനച്ചത് ഇന്ന് രാത്രി കത്തട്ടെ, കത്തട്ടെ. ദൈവമക്കൾ, ഈ രണ്ടാമത്തെ രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അന്തരാത്മാവിൽ ഉരുവിടണം. ആമേ, കത്തിക്കാൻ ദൈവം തീരുമാനിച്ചാൽ എത്ര നനഞ്ഞാലും കത്തും. കത്തരുതെന്ന് ദൈവം തീരുമാനിച്ചാൽ എത്ര ഉണങ്ങിയാലും കത്തുകയില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയാം, വാഗ്ദത്തമുള്ളവനെ മേളിക്കറ്റി കിടത്തിച്ച് കത്തിക്കാൻ പിശാച് എത്ര ടൺ വിറക് അടുക്കിയാലും വാഗ്ദത്തമുള്ളവന്റെ ദേഹത്ത് ഓ ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഏജി പ്ലാമൂട് സഭയ്ക്കകത്ത് ഹല്ലേലൂയ. എനിക്കറിയില്ല, ഈ പ്ലാമൂട് സഭയിൽ വലിയൊരു റിവൈവൽ നടക്കാനുണ്ട്. എന്നാൽ എപ്പോൾ ഉണരാൻ ഒരുങ്ങുമ്പോഴും സഭയെ നനച്ചു കളയാൻ, ഇല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ. പക്ഷെ ദൈവാത്മാവ് ഇത്തവണ പറയുകയാ, നനച്ചതിനെ ഞാൻ കത്തിക്കാൻ പോകയാ. Come on, come on. ആമേ, ഒന്ന് ആരാധിച്ചേ ദൈവമക്കൾ, ഒന്ന് ആരാധിച്ചേ. നനഞ്ഞതിന് തീ പിടിക്കാൻ പോരാ, ശക്തിയോടെ. ഉടമ രഗത 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 ഉടിയ മനയ 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 ധനയ ധനയ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം കൂടെ പറയാം. ഒന്ന് ലേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. 2 ഓൺ ടൈം, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. മൂന്നാമത്തെ കാര്യം, ശബ്ദം കേട്ടിടത്തോട്ട് അബ്രഹാം നോക്കിയപ്പം കൊമ്പിൽ കാട്ടുപള്ളി ചുറ്റി ഒരു ആട്ടുകൊറ്റൻ. വേദശാസ്ത്രിമാർ പറയുന്നതെന്നറിയോ? ഒരാട്ടുകൊറ്റന്റെ കൊമ്പിൽ കാട്ടുപള്ളി ചുറ്റുന്ന രീതിയിൽ കൊമ്പ് വളരണമെങ്കിൽ ആടിന് കുറഞ്ഞത് 6 മാസം പ്രായം വേണമെന്നാ.
അബ്രഹാം ഓടിച്ചെന്ന് ഡയറി എടുത്ത് എഴുതി വെച്ചു. താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, ബാക്കി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, വിഷയത്തിന് 6 മാസത്തിന് മുമ്പേ പ്രവർത്തിച്ചു വെക്കാൻ, അഡ്വാൻസ് ആയിട്ട് ഒരുക്കി വെക്കാൻ. ആമേൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ വണ്ടി ഓടിച്ചൊക്കെ എൻ്റെ ഡ്രൈവർ ഞാൻ തന്നെയാണ് വർഷങ്ങളായിട്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു 19 ബൈക്കിൽ 18.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ. അതുകൂടാതെ ഇപ്പം ഉപയോഗിക്കുന്ന 7ാമത്തെ കാറാണ്. അപ്പം ഈ വണ്ടിക്കകത്തോടെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് പാടിയൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് എവിടുന്ന് വരുമ്പോഴേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഈ 27.5 കിലോമീറ്റർ നീളമുണ്ട് ഗലീല കടലിന്. ഹലോ, 27.5, 8 കിലോമീറ്റർ വീതിയുണ്ട്. തെക്കപ്പുലി നാടിൻ്റെ 10 പട്ടണങ്ങൾ കഞ്ഞി കുടിക്കുന്നത് ഈ ഒരൊറ്റ കടലിൽ നിന്നാണ്, ഈ ഉൾക്കടലിൽ നിന്ന്. ഭയങ്കര മത്സ്യ സമ്പത്തുള്ള സ്ഥലമാണ്. ഈ കടലിനകത്ത് ഒരു നേരം മീൻ പിടിക്കുന്ന 4000 വള്ളങ്ങളാണ്. ഞാൻ എൻ്റെ പൊട്ടക്കണക്ക് പറഞ്ഞ പോലെ എനിക്കിട്ട് നോക്കുവോ, ഒന്ന് തലയാട്ടി തന്ന ഞാൻ എങ്ങനെയെങ്കിലും 8:30 വരെ എത്തിക്കുകയല്ലേ. ഇത് ഇട്ട് വലിക്കുക. ഒരേ സമയത്ത് മീൻ പിടിക്കുന്നത് 4000 വെള്ളമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ 4000 വള്ളം ഗലീലക്കടലിൽ കിടക്കുമ്പോൾ ഒരു വള്ളത്തേന്ന് ഒരു ചൂണ്ടയിട്ടാൽ, ഹലോ, ഒരു വള്ളത്തേന്ന് ഒരു ചൂണ്ടയിട്ടാൽ വെള്ളത്തിനടി 4000 ചൂണ്ടയുണ്ട്. ഈ 4000 ചൂണ്ടയുടെ ഇടയ്ക്കുന്ന് പത്രോസിന്റെ ചൂണ്ട തപ്പിപ്പിടിച്ച മീനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ആലോചിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഹല്ലേലൂയ. 4000 ചൂണ്ടയുടെ ഇടയ്ക്ക് ഒരു മീൻ ഇങ്ങനെ തെള്ളി മാറ്റി വെച്ച് വന്നിച്ച് പത്രോസിന്റെ ചൂണ്ടക്കൊണ്ട് ഒറ്റക്കൊത്താണ്. അയ്യോ, അപ്പൊ കടലിന്റെ അടി പോലും നമുക്ക് വേണ്ടി റിമോട്ട് വെച്ച് കാര്യങ്ങളെ ചെയ്യാൻ ഹല്ലേലൂയ. ഇനി ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന് ഇറച്ചി കൊടുക്കണം. നിങ്ങൾ എന്നെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരുന്ന് ആരെങ്കിലും ഉറങ്ങണം, ഒന്നുകിൽ അവർക്കൊരു ഇടി കൊടുക്കണം, അല്ലാതെ കസേരയോടെ തെള്ളി മറിക്കണം. സ്വർഗത്തിൽ ചില പ്രതിഫലം കിട്ടും, പ്ലീസ്. പിന്നല്ലാതെ ഹല്ലേലൂയ. ഇതൊരു വല്ലാത്ത സമയമല്ല. വൈകിട്ട് ഭക്ഷണം കഴിച്ചേച്ച് ഉറങ്ങുവാണെങ്കിൽ ഒരു രസമുണ്ട്, ഉച്ച കഴിഞ്ഞ് ഉണ്ടേച്ച് ഉറങ്ങുവാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് സാത്താനും ദൈവം ഉറങ്ങില്ലാത്ത സമയമായത്. ഓക്കെ, ആമേൻ. ഈ ഇസ്രായേൽ മക്കൾക്ക് ഇറച്ചി കൊടുക്കണം. അതിന് ദൈവം നോക്കിയപ്പോൾ ഈ കാടപ്പക്ഷിയെ ദൈവത്തിന് നേരിട്ട് പിടിക്കാൻ മേലെ. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലേ? അപ്പം ഈ 40 ലക്ഷം പേർക്ക് കാടപ്പക്ഷിയെ നേരിട്ട് ചെന്ന് പിടിച്ചാൽ അത് വംശനാശ ഭീഷണി നേരിടും. അപ്പൊ ദൈവത്തിനൊരു പരിപാടിയുണ്ട്, ഒരു തരം ട്രാൻസ്ഫോർമേഷൻ, ഒരു തരം ഇടപാട് തമ്പുരാന്റെ കയ്യിലുണ്ട്. അത് പുസ്തകത്തിൽ എൻ്റെ തെളിവുണ്ട്. ആമേൻ. ഞാനത് തെളിവ് പറയാം, ഇത് പറഞ്ഞിട്ട് പറയാം. ഓടിച്ചെന്നൊരു ലിവ്യാതാനെ പിടിച്ചു, ഒരു 7 ആനയുടെ വലിപ്പമുള്ളൊരു സാധനം. എല്ലാവരും കേൾക്കണേ പ്ലീസ്. പിടിച്ചേച്ച് പറഞ്ഞു, നിന്നെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് ആഹാരമാക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ലിവ്യാതാൻ അവിടെ നിന്നുകൊണ്ട് GPS ഇട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ ഇരിക്കുന്നിടത്തോട്ട് പോകാൻ റൂട്ടില്ല. കാര്യം അവരിയ്ക്കുന്ന മരുഭൂമിയിലും ചേട്ടൻ കിടക്കുന്ന കടലിലും. ഇന്ന് രാത്രി 2ാമത്തെ ദിവസം യോഗം നടക്കുമ്പോൾ ചില വാഗ്ദത്തങ്ങൾ GPS ഇട്ടിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള വഴി ബ്ലോക്കാണ്. ഹല്ലേലൂയ. അന്നേരം പെട്ടെന്ന് ലിവ്യാതാൻ ദൈവത്തിനൊരു ഇമെയിൽ അയച്ചു, തമ്പുരാനെ നോ റൂട്ട് നോ വേ. അന്നേരം തമ്പുരാൻ പറഞ്ഞു, പൊങ്ങടാ, ഒരു 380 ടേക്ക് ഓഫ് ചെയ്യുന്നില്ല, പൊങ്ങടാ എന്ന് പറഞ്ഞു മുകളിലോട്ട്. 7 ആനയുടെ വലിപ്പമുള്ള ചേട്ടൻ അന്തരീക്ഷത്തിലോട്ട് അങ്ങ് പൊങ്ങിയപ്പോൾ തമ്പുരാൻ തലയ്ക്ക് തമര് വെച്ച് അതിനെ ഒരൊറ്റ പൊട്ടിയിൽ പൊട്ടിച്ചു. എൻ്റെ ഭാഷ പറഞ്ഞ 250 ഗ്രാം മാംസം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചെതർ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, തൂവലുമഴ പെയ്യിച്ചിട്ട് മേളിലോട്ട് പൊങ്ങിയത് മത്സ്യമാ, ഇപ്പൊ അത് പറവയായി മാറുക. ഇതൊക്കെ ആലോചിച്ചിട്ട് എന്നാമേൻ പറയാനാ? ഹല്ലേലൂയ. മേളിലോട്ട് പൊങ്ങിയത് മത്സ്യമാ. പറ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും പാസ്റ്ററെ, മത്സ്യത്തിന്റെ മാംസവും പറവയുടെ മാംസവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനൊരു പണി ദൈവത്തെ കൊണ്ട് പറ്റുമെന്നേ വേദോസത്തെ തെളിവുണ്ട്. കേൾക്കണം. അപ്പൻ യാക്കോബിനെ വിട്ടത് വേട്ടയിറച്ചി പിടിക്കാനാ. യാക്കോബ് അപ്പൻ്റെ കൊണ്ട് കൊടുത്തത് ആട്ടിറച്ചിയാ. ഓർക്കുന്നുണ്ടോ? ആട്ടിറച്ചിയും വേട്ടയിറച്ചിയും തമ്മിൽ അറിയാൻ മേലാത്ത രീതിയിൽ അത്ര സിസ്റ്റം അടിച്ചു പോയിരിക്കുവാണോ അപ്പച്ചൻ? കോവിഡ് വന്നിച്ചിരിക്കുവാണോ?
വർഷങ്ങളായി ആടിന്റെ കൃഷി നടത്തിയ ഈ പുള്ളിയുടെ ഏത് കിച്ചൺ ട്രഷേഴ്സ് ഇട്ടാലും സഹോദരിമാർ പറ, മറ്റേ മദേഴ്സിന്റെ പുതിയ പൊടി ഇട്ടാലും ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് ഭാര്യയും മക്കളും വീടും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നാ ശിശുകൂടിയാണ് രാത്രി മുളക് പൊടി ഇല്ലാതെ ഇവിടെ കയറടാന്ന് പറഞ്ഞാൽ പിന്നെ മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഏത് പൊടിയിട്ടാലും ആടിന്, പ്രത്യേകിച്ച് ലോകത്തിൽ എല്ലാ മാംസത്തെക്കാൾ ആടിന്റെ മാംസത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്രയാന്ന് പറഞ്ഞാൽ ഇത് കയ്യിലോട്ട് ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോൾ ഇത് ആടാന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. എന്നിട്ട് ഈ അപ്പം തിന്നിട്ട്, എടാ വൃത്തികെട്ടവനെ, നീ എന്നെ കളിപ്പിച്ചല്ലോടാ എന്ന് അപ്പം പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പൊ അപ്പന് പിടികിട്ടിയിട്ടില്ല. രണ്ട് കാരണങ്ങൾ. ഒന്നുകിൽ രുചി അറിയുന്ന മുകുളങ്ങൾ ദൈവം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ആട്ടിറച്ചി പോയ വഴിക്ക് വേട്ടയിറച്ചി ആയിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വേറെ വല്ല ജോലി നോക്ക്. ഞാൻ വിശ്വസിക്കും. എൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാൻ പുഴുവിനെ പ്രഭുവാക്കുമെന്ന്. എൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാൻ ആടിനെ കുതിരയാക്കുമെന്ന്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മീൻപിടുത്തക്കാരനെ അപ്പോസ്തോലനാക്കിയത്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാട്ടത്തിപ്പഴം പെറുക്കവനെ പ്രവാചകനാക്കിയത്. വിശ്വസിച്ചോ, ആരാധിച്ച്. നല്ല രാമയം പറഞ്ഞാട്ടെ ദൈവമക്കൾ. കർത്താവ് ഈ പറയുന്ന വാക്കുകളൊന്നും ഈ ഹോളിനകത്ത് കിടന്ന് മരിക്കത്തില്ല. ഈ വാക്കുകളെല്ലാം ദൈവം അത് അതുപോലെ ചെയ്യുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പിന്നെ എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയുമെന്നേ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒച്ചത്തിൽ പറഞ്ഞ് സർവശക്തനാണ്. എന്നിട്ട് ഏറ്റവും മേളിക്കൂടെ പോകുന്ന കാടപ്പക്ഷിയെ 3 മുഴം പൊക്കത്തിൽ താത്തു കൊടുത്തു തമ്പുരാൻ. ഇനി ഈ TB എന്ന് പറഞ്ഞൊരു അസുഖമില്ലേ, ഹാർട്ടെല്ലാം കൂടെ വല്ലാതെയായി പോകുന്നത് കേട്ടിട്ടില്ല? അതിൻ്റെ ശരിക്കുള്ള പറഞ്ഞ ട്യൂബർക്കിലോ അക്ഷയല്ല, അതിൻ്റെ വേറെ ഇംഗ്ലീഷിൽ ട്യൂബർ. ഓക്കെ. ആ അസുഖത്തെക്കുറിച്ച് ഒരു 14 ഡോക്ടേഴ്സ് നടത്തിയൊരു മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അതിന് അവർ പറഞ്ഞിരിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ കാടപ്പക്ഷിയുടെ ഇറച്ചിയാ. നിങ്ങൾ ഏത് നാട്ടുകാരാണ്? മിസ്രൈമിൽ കിടന്ന് 430 വർഷം അടി മേടിച്ച് ലങ്സ് കലങ്ങിയവരായി ഇവര്. ഒറ്റ ചുമച്ച ചരക്ക് ട്രെയിൻ പോകുന്ന പോലെയാ. എൻ്റെ ഭാഷ ഞാൻ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കുക, ട്രീറ്റ് ചെയ്യാൻ തമ്പുരാൻ അങ്ങ് തീരുമാനിച്ചതായിരിക്കും ചിലപ്പോൾ. കാര്യം എൻ്റെ ജനത്തിന് ഞാൻ ആരോഗ്യം കൊടുക്കുമെന്ന വേദോസത്തിലെ വാക്യം. യേശുവിന്റെ നാമത്തിൽ പ്ലാമൂട് സഭയിലെ ദൈവമക്കൾ ആരോഗ്യമുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോട്ടെ, നമുക്ക് ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഓടിക്കേറാം. കർത്താവിൻ്റെ അതീവ പ്രാധാന്യമുള്ള 3 വാഗ്ദത്ത കൈമാറ്റങ്ങൾ. 1, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നോട് കൂടെ പറയാമോ അനേക വാസസ്ഥലങ്ങൾ. 2, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ നാമത്തിലെ നമ്മൾ ഈ പറഞ്ഞു വന്നേ യഹോവ ഈരേ, അവൻ കരുതുന്ന ദൈവമാണ്. ആമേൻ. 3-മത്തേത് എൻ്റെ ആത്മാവിനെ ഞാൻ, ഇതെല്ലാം 14 അധ്യായത്തിലുണ്ട് കേട്ടോ, ഞാൻ ഈ പറഞ്ഞെല്ലാം ഉണ്ട്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. വായിപ്പിക്കണോ വേണ്ട, നിങ്ങൾക്കത് അറിയാവുന്ന ഭാഗമാണ്. വേണമെങ്കിൽ വായിപ്പിക്കാം. 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച് 3 വാക്യവും വായിച്ചു. നിക്ക് 3 വാക്യവും വായിച്ചു. ഏതായാലും നിങ്ങൾ എന്നെ കുത്തികളക്കിയതല്ലേ. 14-ന്റെ 2 വായിച്ച്. അപ്പൊ 1-മത്തേത് വാസസ്ഥലങ്ങളുണ്ട്. 14-ന്റെ 13 വായിച്ച്. എന്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 14-ന്റെ 16 വായിച്ച്. ഉണ്ടോ? അതീവ പ്രാധാന്യമുള്ള 3 വാഗ്ദത്ത കൈമാറ്റങ്ങളാണ്. 1, വാസസ്ഥലം. 2, എൻ്റെ നാമം. 3, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അധ്യായം 15-ലേക്ക് വരുമ്പോൾ കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇത്രയുള്ള സ്നേഹക്കൂട്ടായ്മയുടെ ആവശ്യം. സ്നേഹക്കൂട്ടായ്മയുടെ
ആവശ്യം. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ആമേൻ, ഈ ദൈവസഭകളുടെ വളർച്ചയുടെ അടിസ്ഥാന കാരണം കൂട്ടായ്മയുടെ പവറാണ്. ഹല്ലേലൂയ, കൂട്ടായ്മയുടെ പവറാണ്. ആമേൻ. ഈ 114 റാത്തൽ തൂക്കമുള്ളൊരു നിലവിളക്കുണ്ട് ദൈവാലയത്തിൽ. എത്രയാ തൂക്കം? 114. അവിടെ എതിരിക്കുന്ന പുഷ്പങ്ങൾ കൂടെ സമയം പോകുന്നു. പുഷ്പങ്ങളും പുഷ്പപുടങ്ങളുമായി 7 ചെണ്ടുകൾ. അപ്പം നടുക്കത് അടുപ്പ് പണിയല്ല, അടിപ്പ് പണിയാണ്. അടുപ്പ് പണിയല്ല, അടിപ്പ് പണിയാ. അപ്പൊ ഒരു തണ്ടെന്ന് ഇങ്ങനെ അടിച്ച് പാർശ്വം ചെലുത്തുകയാണ്. ആമേ. ആ നിലവിളക്കിന്റെ പേര് മെനോറ എന്നാ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന മെനോറ. ഓക്കെ, ഇങ്ങനെ ചെലുത്തുകയാ. അപ്പൊ ഈ നടുക്ക് നിൽക്കുന്ന ഒരു തണ്ടിൽ നിന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ഈ 7, പക്ഷെ 7 കവരങ്ങളുടെ പ്രത്യേകത എന്നാണെന്നറിയോ? 7 മേളി വരുമ്പോൾ ഒരേ നിരക്കാ കത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മേളി വരുമ്പോ ഒരേ നിരക്കാ നിന്ന് കത്തുന്നത്. ഇന്നലെ വന്നവനും പണ്ട് വന്നവനും ഒരുപോലെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് മുതലാളിത്ത വ്യവസ്ഥതയില്ല. ദൈവസഭയ്ക്കകത്ത് കൂടുതൽ ശമ്പളം മേടിക്കുന്നവനില്ല. ദൈവസഭയ്ക്കകത്ത് കൂടുതൽ വിദ്യാഭ്യാസം, അങ്ങനെയൊന്നുമില്ല. ദൈവസഭയ്ക്കകത്ത് പാമേൻ 1:11 അവനെ കൈക്കൊണ്ട് പറ, ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം. അതങ്ങനെ തന്നെയാ. അങ്ങനെ ഈ നിലവിളക്കിന്റെ 7 കവരങ്ങൾ ഒരുപോലെ നിന്ന് കത്തണമെന്നാ പ്രമാണം. ഒരുപോലെ കത്തണം. അപ്പോ മോശയോട് ചോദിച്ചേ, എന്തിനാ ഈ വിളക്ക് നിരന്ന് നിന്ന് കത്തുന്നത്? മോശയുടെ വാക്ക് കേട്ടോ സുഭാഷേ, ഈ നിലവിളക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് കാഴ്ചയപ്പത്തിന്റെ മേശ. ആ മേശപ്പുറത്ത് ഏറ്റവും താഴെ ഇരിക്കുന്ന അപ്പം മഷികയുടെ അപ്പമാ. ഞാൻ തെളിച്ചു പറയാം. ആമേ, പ്ലാമൂട് സഭയിൽ നിന്ന് ഐക്യതയോടെ ജനം കത്തിയാൽ യേശുവിനെ തിരുവനന്തപുരം കാണാനിടയാകുമെന്ന്. ആമേ. കുടുംബത്തിൽ ഐക്യതയില്ലാതെ, സഭയിൽ ഐക്യതയില്ലാതെ കൺവെൻഷൻ നടത്തിയാൽ കാശ് പോകും. ഹല്ലേലൂയ. ദൈവസഭയിൽ ഐക്യതയില്ലാതെ യോഗം നടത്തിയാൽ കാശ് പോകും. അതിന്റെ അർത്ഥം എന്താ? ദൈവസഭയുടെ നട്ടെല്ല് ഇതിന്റെ അകത്തെ ഐക്യതയാ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കൂടെ കേട്ട് പറയാം. ആമേ. മാത്യു പാസ്റ്ററോട് ഞാൻ ഒരു സോറി അഡ്വാൻസ് പറഞ്ഞേച്ച്. സഭയിൽ ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം അല്ല ഐക്യത ഉണ്ടാക്കേണ്ടത്. അത് സഭയുടെ ആവശ്യമാണ്. മാറി മാറി വരുന്ന ദൈവദാസന്മാരല്ല ഐക്യത ഉണ്ടാക്കേണ്ടത്. ഐക്യത ഉണ്ടാക്കേണ്ട സഭയുടെ ആവശ്യമാണ്. പോട്ടെ, ദൂതുമായിട്ട് മുൻപോട്ട് വരട്ടെ. 15-ാം അധ്യായം സ്നേഹക്കൂട്ടായ്മ. 16-ാം അധ്യായം ഹോളി സ്പിരിറ്റ് എന്ന വാഗ്ദാനത്തിന്റെ പ്രത്യേകത. അധ്യായം 17 യേശുവിന്റെ 3 പ്രാർത്ഥനകൾ. ശ്രദ്ധിക്കണേ. 1, യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, യേശു വീണ്ടും ജനിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവിന്റെ അന്നത്തെ പ്രയറിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ എപ്പോഴും പറയും, ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചത് കല്യാണത്തിന് ശേഷമാണ്. അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പിള്ളേർ ഉണ്ടായതിനു ശേഷമാണ്. എന്നാൽ ഇതിനൊക്കെ മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളുണ്ട്. അത് നമ്മുടെ യേശുവാ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു 10-20 മിനിറ്റ് നിങ്ങൾ എന്നെ ആഴത്തിൽ കേൾക്കണേ. ഹല്ലേലൂയ. ഈ 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ പ്രശ്നം കുറച്ച് കലുഷിതമാണ്. 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. യേശു കർത്താവിന് ലോകം വിട്ടു പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു ആത്മാവിൽ അറിഞ്ഞു. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവനെ കാണിച്ചു കൊടുക്കാൻ യൂദായ്ക്ക് ഹൃദയത്തിൽ തോന്നിയെന്നാണ്. 2 പേരെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക. 1, ആത്മാവിൽ ജീവിക്കുന്ന യേശുവും. 2, തോന്നലുകളുടെ പുറകെ നടക്കുന്ന യൂദയും. എൻ്റെ ദൈവമേ, ഒന്ന് കൂടെ വാ. 1, സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്ന യേശുവും. 2, തോന്നലുകളുടെ പുറകെ നടക്കുന്ന ഒരാൾക്ക് ഒരു കൈയില്ലാത്ത ആൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ 2 കൈയില്ലാത്ത ഒരുത്തൻ റോട്ടിൽ കൂടെ ഡാൻസും കളിച്ചുകൊണ്ട് വരുന്നു.
അപ്പം ഈ ഒരു കൈയില്ലാത്തവൻ രണ്ട് കൈയില്ലാത്തവനെ വാപൂട്ട ചീത്ത വിളിക്കുക, വൃത്തികെട്ടവൻ, അഹങ്കാരി. രണ്ട് കൈയില്ലാഞ്ഞിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടോ. അങ്ങ് അടുത്തെന്ന് വെച്ചാൽ അവനോട് ചോദിച്ചു, എന്താടാ രണ്ട് കൈയില്ലാഞ്ഞിരുന്ന് ഡാൻസ് കളിക്കുന്ന? അവൻ പറഞ്ഞ ഡാൻസ് അല്ല, തൊടയിൽ ഉറുമ്പ് കടിച്ചിട്ട് കളയാൻ ശ്രമിച്ചതാ. മനസ്സിലായില്ല? അത് കണ്ടവന് ഡാൻസ് ആയിട്ട് തോന്നിയതാ. അതുകൊണ്ട് ആരും ആരെയും വിധിക്കാൻ പോകരുത്. അത് ഇയാളുടെ ജോലിയല്ല. തോന്നലുകൾ അപകടമാണ്. ഹല്ലേലൂയ. തോന്നലുകൾ അപകടമാണ്. ആമേൻ. നമ്മൾ ഒരാളെ നോക്കിയിട്ട് ഇവിടുന്ന് വിധി പറയാ, പുള്ളി അങ്ങനെ ആയിരിക്കും, അദ്ദേഹം അങ്ങനെ ആയിരിക്കും. ആമേൻ. ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒത്തിരി ആളുകൾ ഭീകരന്മാരില്ലേ? വേണ്ടതില്ല. ക്രൂരന്മാരായിട്ടിരിക്കുന്ന എത്രയോ ആളുകൾ നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അല്ല ആളുകൾ. യൂദയുടെ പ്രത്യേകത തോന്നലുകളുടെ പുറകെ, യേശുവിൻ്റെ പ്രത്യേകത ആത്മാവിൻ്റെ പുറകെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തോന്നലുകളും ബ്രേക്ക് ആകട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കയ്യിലൊരു മൊബൈൽ ഇരിപ്പുണ്ട്. എൻ്റെ ഈ മൊബൈലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ നടക്കുന്ന ഈ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, 10,000-കണക്കിന് മെസ്സേജുകൾ എൻ്റെ സൈഡിൽ കൂടെ, എൻ്റെ തലയുടെ മേളിൽ കൂടെയും സഹായിച്ചേ, അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം 10,000-കണക്കിന് മെസ്സേജുകൾ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിനകത്ത് ടീ എന്ന ഒച്ച കേൾക്കുകയില്ല. എനിക്ക് അയച്ചാൽ മാത്രമേ ഇതിനകത്ത് ഒച്ച കേൾക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടില്ല? നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോഴല്ലോ കോടിക്കണക്കിന് മെസ്സേജുകളാണ് നിങ്ങളുടെ അടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വല്ലതും നിങ്ങളുടെ മൊബൈലിനകത്ത് വിറയ്ക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് മാത്രമേ. ഇതുപോലെ വേണ്ടാത്തതിനെ ഒന്നും എടുക്കരുത്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആലോചന മാത്രം ഇങ്ങനെ സക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ഒരു വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ട്. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ പട്ടി കൂടിനകത്തുനിന്ന് എന്തോ കുരയാണ് കുരയ്ക്കുന്നത്, ശരിയല്ലേ? ഇനി ആ പട്ടിയുടെ മുഖത്തോട്ട് നോക്കിയാലേ അറിയാം ഗൗരവത്തിലാണ് കുരയ്ക്കുന്നത്. അപ്പം നല്ല കാര്യമൊന്നും അല്ല പട്ടി പറയുന്നത്. നല്ല തെറിയോ ചീത്തയോ അപ്പൻ വിളിയോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വരെ പട്ടിയുടെ കുരയ്ക്ക് നമ്മൾ ലിപി ഉണ്ടാക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അത് നമ്മളെ ബാധിക്കുന്ന കാര്യം അല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കോട് പറയുന്നു, സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ കൃപയാണ് വേണ്ടാത്തതിനെ അവോയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾ ആമേൻ പറയുന്നില്ലെന്ന് എനിക്കത്. സ്വീകരിക്കുന്നതിനേക്കാൾ അപകടമാണ്. ബാക്കി പറ. സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ കൃപയാ വേണ്ടാത്ത കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വേണ്ടതിനെ അവോയ്ഡ് ചെയ്ത് വിട്ട് അത് പോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതങ്ങനെ പോട്ടെ, എൻ്റെ വിഷയമല്ല. ഹല്ലേലൂയ. ആമേൻ. ഞാനും എൻ്റെ 2 പെങ്ങന്മാരും കൂടെ വാഴയുടെ തൂശനിലേയും തലേ വെച്ചുകൊണ്ട് ഞങ്ങൾ ആരാധനയ്ക്ക് പോവാ. ഞാനൊരു 35 വർഷത്തിന് മുമ്പത്തെ കാര്യമാണ് പറയാൻ. എന്തായാലും ഉടുപ്പിൻ്റെ ബട്ടൺ സഹിച്ച് കടത്തന്നെ നിൽക്കുന്ന ഒരു അച്ചായൻ പറയാം, അണ്ടറ റോട്ടിൽ കൂടെ 3 വാഴ പോകുന്നെന്ന്. എൻ്റെ പെങ്ങൾ എൻ്റെ മുതുകത്ത് ചൊറിഞ്ഞു, അച്ചാച്ച നമ്മളോടാ. ഞാൻ പറഞ്ഞു നമ്മളോടല്ല. എന്താ പിന്നെ നമ്മളോടാണ്. ഞാൻ പറഞ്ഞു, എടി നീ അങ്ങോട്ട് നോക്കിയത് കൊണ്ടല്ലേ അത് നമ്മളോടാണെന്ന് തിരിച്ചറിഞ്ഞ്. നീ റോട്ടിൽ നോക്കി നടന്നേ. എന്നാലും അവള് പറയാം പിന്നെ നമ്മളോട് തന്നെയാ. ഞാൻ പറഞ്ഞു, എടി പൊട്ടി പെണ്ണെ, ഈ വാഴയിലേം പിടിച്ചുകൊണ്ട് നടക്കുന്നവനെ അപമാനിക്കുമ്പോൾ വാഴയിലേം പിടിച്ചുകൊണ്ട് മറുപടി പറയുന്നത് അന്തസ്സാണോ? കാറേ വരുമ്പം പറയാം. നിങ്ങൾ കേട്ടില്ല? ഞാൻ ദൈവമോട് പറഞ്ഞു, ഒന്ന് കൃപ പ്രാപിച്ചേ. ഞാനൊരു സ്വാതന്ത്ര്യത്തോടെ പ്ലാമോട് സഭ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. സ്വാതന്ത്ര്യത്തോടെ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ പറയാം. നമ്മൾ ഞായറാഴ്ച സഭായോഗത്തിന് ചെല്ലു പറഞ്ഞ് കേട്ടിട്ടില്ലേ? എൻ്റെ പറഞ്ഞ ഞാൻ ആ സഭയിലൊട്ടില്ല. എന്നാ കാര്യം? അവിടെ ഒരു അച്ചായനുണ്ട്, ഒന്ന് ചിരിക്കത്തുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങളെ കണ്ടിട്ട് ചിരിക്കാനാണോ എല്ലാവരും സഭയിൽ വരുന്നത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ഈ ചെല്ലു പറയുന്ന ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനീ വേണ്ടാത്ത മനുഷ്യരുടെ മുഖത്തോട്ട് നോക്കുന്നു? നിങ്ങൾ നോക്കി ഒരാൾ ചിരിക്കുകയാണ്, ഒരു കൈയും കൊടുത്തേച്ച് വന്നിരുന്ന്. ചില ആളുകൾ അങ്ങനെയാ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ ചിരിച്ചുകൊണ്ട് നടന്നാൽ പിന്നെ ഇത് പ്രാന്താലയായി പോകത്തില്ലേ? അങ്ങനെ ശഠിക്കരുത്. പ്ലാമൂഡ് ഏജിയുടെ മുന്നേറ്റത്തിന് ഇവിടെ വരുന്ന എല്ലാവരും നോക്കി ചിരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ദൈവമോട് ഒരു ഒറ്റ വാക്ക് പറയാം.
എല്ലാ വീട്ടുകാർക്കും ഒരേ സാമ്പത്തിക സ്ഥിതിയല്ല, ഒരേ ശാരീരിക സ്ഥിതിയല്ല, ഒരേ കടവല്ല, ഒരേ പ്രശ്നം. ചിലർക്ക് പലരോടും പറയാൻ താല്പര്യമില്ല. വേറെ ചിലരുടെ പ്രത്യേകത ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എല്ലാവരോടും പറയും. വേറെ ചിലരുണ്ട് അവരുടെ വേദനകൾ അവരധികം ഷെയർ ചെയ്യാറില്ല, അവരൊത്തിരി പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. അപ്പം നാളെ ഞായറാഴ്ചയാണ്, നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ 2.25 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അതിന് വാറണ്ട് വരും. ഈ വാറണ്ട് നെഞ്ചിനകത്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്ന് യോഗത്തിന് ഒരാൾ വരും, ഒരു പണിയില്ലാത്തൊരു അച്ഛനെ നോക്കി ചിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നിങ്ങൾ ജസ്റ്റ് പ്ലീസ് ലീവ്, അവരെ അവരുടെ വഴിക്ക് വിട്. നിങ്ങൾ വന്നത് യേശുവിനെ ആരാധിക്കാൻ, ആരാധിച്ചു പോകും. അവരെ അവരുടെ റൂട്ടിൽ വിട്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നു. നീ ഇങ്ങനെ ആരാധിക്കണമെന്ന് അവനോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അത് അയാളെ ഏൽപ്പിച്ച മിനിസ്ട്രിയാ. ഞാൻ എന്റെ കാര്യം ചെയ്താൽ മതി, ഞാൻ അയാൾക്കിട്ട് തോണ്ടാൻ എന്തിനാ പോകുന്നത്? ഹല്ലേലൂയ. ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, പുള്ളിയുടെ പേര് കൊച്ചാച്ചൻ. പുള്ളി ചെടി വെച്ച് ഡെയിലി ഊരി നോക്കും വേര് വന്നോന്നറിയാൻ. എന്നും ചെന്ന് ചെയ്ത് പൊക്കി നോക്കും വേര് വന്നോന്നറിയാം. ആ ചെടി ഒരിക്കലും വളരെ. അപ്പൊ ഈ ഓവറായിട്ട് നമ്മൾ ഒരെണ്ണത്തിന്റെ ചുവട്ടിൽ അത് വളരുകയില്ല. നിങ്ങൾ കേട്ടില്ല? നമ്മൾ ഇപ്പൊ കൊച്ചുങ്ങളുടെ പുറകെ ചെന്ന് എപ്പോഴും ചെന്ന് കൈയടിക്കട. പിന്നെ കുറെ നാൾ കഴിയുമ്പോഴല്ലോ കയ്യടി എന്ന് കേട്ടാൽ പിന്നെ ഇവനെ ടെററിസമായിട്ട് തോന്നും. അതിൻ്റെ അർത്ഥം കൈയടിക്കാതിരിക്കണമെന്നാണോ? ഇതിനെ ഒറ്റയടിക്കാൻ കൊല്ലും. ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ആ ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. ഇങ്ങനെ ഇനി ആഴത്തിൽ കേൾക്കണേ. യൂദ തോന്നലിന്റെ പുറകെ, യേശു ആത്മാവിന്റെ പുറകെ. ഞാൻ പ്ലാമൂട് സഭയോട്, നിങ്ങൾ എത്ര പ്രബുദ്ധരാണ്. ഈ 2025 ഈ മാസം ഒരു തീരുമാനം എടുക്കണം. തോന്നലുകളെ ബ്രേക്ക് ചെയ്യുക. ഓഫ്, എനിക്കത് പറയുമ്പോൾ എന്റെ തലക്കകത്ത് തീ പിടിക്കുന്നു. തോന്നലുകളെ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ആലോചനയുടെ പുറകെ പോകാൻ പോവാ. നല്ലപോലെ ഒന്ന് ആരാധിച്ച്, നല്ലപോലെ. അത്യാവശ്യമായിട്ട് ദൂതന്റെ ഗൗരവത്തിലേക്ക് കയറുക. 13-ാമത്തെ അധ്യായത്തിന്റെ 32 മുതൽ എല്ലാവരും ആ ഭാഗം ഒന്ന് എടുക്കാവോ? എന്നെ കളിപ്പിക്കാൻ വേണ്ടി യെശയ്യാ പ്രവചനം എടുക്കരുത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 13 പറഞ്ഞത്. എടുത്തേ പ്ലീസ്, എന്നിട്ടൊന്ന് വായിച്ചേ. 13 ആഴത്തിൽ കേൾക്കണം. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവൻ തന്നെ മഹത്വപ്പെടുത്തും. പോട്ടെ, അവിടെ തൊട്ട് കേൾക്കണം. അവിടെ തൊട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്ലീസ് ലിസൺ. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് പറ കുഞ്ഞുങ്ങളെ, ഇനി കുറഞ്ഞുവെന്ന് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. അടുത്ത വാക്ക് പറ, ഒച്ചത്തിൽ പറ. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. അടുത്ത വാക്യം, എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു. എന്നെ കേട്ടെ. അപ്പൊ യേശു ഒരു വാക്ക് പറഞ്ഞു. എന്നാ വാക്ക്? ഞാനൊരിടത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല. പ്ലാമൂടാണെന്നോ തമ്പാനൂരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, വെമ്പായാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയാണോ ഞാൻ പോകുന്നത്, ആ പോകുന്നിടത്തോട്ട് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. നിങ്ങൾ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുക. ഇത് 2 കൂട്ടരോട് യേശു പറഞ്ഞു. കേൾക്കണേ. ഒന്ന് യഹൂദന്മാരോട് പറഞ്ഞു. ഹലോ, ഒന്ന് യഹൂദന്മാരോട് പറഞ്ഞു. 2 ശിഷ്യന്മാരോട് പറഞ്ഞു. യഹൂദന്മാരോട് പറഞ്ഞു, കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുകയില്ല. ശിഷ്യന്മാരോടും പറഞ്ഞു, കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുകയില്ല. എന്നാൽ ഈ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിന്റെ പുറകെ നിൽക്കുക. എന്നോട് കൂടെ പറഞ്ഞേ. ചെന്ന് യേശുവിനോട് ചോദിച്ചു, നിങ്ങൾ പേടിക്കേണ്ട, മഴയാ പെയ്യുന്നത്, പുറത്ത് കിടക്കുന്ന ഉടുപ്പെല്ലാം നനഞ്ഞിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്ന പശു നനയും, അതുകൊണ്ട് എന്നെ നനയ്ക്കരുത്, അതെല്ലാം ഉണങ്ങും, ഒരു 10 മിനിറ്റ് കൂടെ. ചിലരുടെ കണ്ണുകിടന്ന് മറി നനയുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് നനയുന്നുണ്ട്. എല്ലാം നനയട്ടെ, അങ്ങോട്ട് എല്ലാം നനയട്ടെ. ഹല്ലേലൂയ. കണ്ണുരുട്ടി ഇങ്ങനെ മറിക്കുക. റൈറ്റ്. നിങ്ങൾ ഇത് എനിക്ക് ഒച്ച വെച്ച് പ്രസംഗിക്കാൻ പറ്റിയ കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പമ്മുന്നത്. നിങ്ങൾ എത്രയും
എത്ര അറിവുള്ള ദൈവമക്കളല്ലേ. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണുകയല്ല. ആരോടാ പറഞ്ഞത്? യഹൂദന്മാരോട്, 2 ശിഷ്യന്മാരോട്. അച്ഛാ, ഈ 2 കൂട്ടർക്കും പരാതിയില്ല. മക്കൾക്ക് മനസ്സിലായോ? യഹൂദന്മാർക്കും കണ്ടില്ലേ പരാതിയില്ല, ശിഷ്യന്മാർക്കും പക്ഷെ പരാതി ഒരാൾക്കുണ്ട്, പത്രോസിന്. പത്രോസിങ്ങനെ പമ്മി 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 പുറകെ ചെന്ന് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നേ? നീ എവിടാ പോകുന്നത്? നീ എവിടാ പോകുന്നത്? എനിക്കെന്താ നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത്? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം അങ്കളെ? യേശുവിനെ ഒഴിവാക്കിയുള്ള ഓരോ സെക്കൻഡും ഇയാൾക്ക് പേടിയാ. അതാ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, യേശു വെള്ളത്തിന്റെ മേളിൽ നടക്കുന്നത് യേശുവാന്ന് പറഞ്ഞപ്പോ പത്രോസിന്റെ ചോദ്യം എനിക്ക് അക്കരയ്ക്ക് പോകണമെന്നല്ല, എനിക്ക് നിന്റെ അടുത്തോട്ട് വരണം. പത്രോസ് നിൽക്കുന്നത് വള്ളത്തേലും യേശു നിൽക്കുന്ന കടലിലുമാ. വള്ളത്തെ നിൽക്കുന്നവൻ കടലിൽ നിൽക്കുന്നവനോട് ചോദിക്കുക, ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ പത്രോസിനോട് ചോദിച്ചു, അച്ഛാ ഇത് മണ്ടത്തരമല്ലേ? പത്രോസ് പറഞ്ഞ മറുപടി കേൾക്കണോ? യേശു ഇല്ലാത്ത വള്ളത്തേക്കാ നല്ലത് യേശു നിൽക്കുന്ന കടലാ. പത്രോസ് ചോദിക്കുക, കർത്താവേ, അന്ത്രയോസിന് നീ ഇല്ലാതെ നിൽക്കാം, ഫിലിപ്പോസിന് നീ ഇല്ലാതെ നിൽക്കാം, ബർത്തലോമയൊക്കെ നീ ഇല്ലാതെ നിൽക്കാം, പക്ഷെ എനിക്ക് ഇംപോസിബിൾ, എന്നെ കൊണ്ട് പറ്റുകയില്ല. നീ എവിടെയാ പോകുന്നത്? എനിക്ക് വരണം, എനിക്ക് വരണം. എനിക്ക് വരണം. നിന്റെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ പറ്റുകയില്ല. എനിക്ക് വരണം. എനിക്ക് നിന്റെ സാന്നിധ്യത്തിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. മക്കളെ, മറ്റേ വാക്യത്തെ 13-ാം അധ്യായത്തിലെ വാക്യത്തെ ഇനി യേശു പത്രോസിനോട് പറഞ്ഞ വാക്യം കേൾക്കണം. പത്രോസേ, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല. മക്കൾക്ക് റെഫറൻസ് മറന്നുപോയി. 13-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം വേണ്ടത്, വേഴ്സ് 36 or 37. ആമേൻ. ശ്രദ്ധിച്ചേ. ആമേൻ. ഈ യഹൂദന്മാരോടും ശ്രദ്ധിക്കേ, എന്നോട് കൂടെ വാ, ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷേ പുറകെ വന്ന് ചോദിച്ച പത്രോസിനോട് യേശു പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പത്രോസേ, നിനക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റുകയില്ല, എന്നാൽ നീ പിന്നത്തേതിൽ അവിടെ വരും. അത് ഒരാളോട് മാത്രം പറഞ്ഞ വാക്കാ. ഇപ്പൊ നിനക്ക് അവിടെ എത്താൻ പറ്റുകയില്ല, എന്നാൽ പിന്നെ നീ അവിടെ വരും. അതാ പിന്നത്തേതിൽ എന്ന വാക്കാ ഇന്ന് രാത്രി നമ്മുടെ ചിന്ത. നീ അടുത്ത സീസണിൽ അവിടെ വരും. ചിലരോട് പറയുന്നു, ഇന്ന് നിനക്ക് കേറാൻ മേലാത്തടത്ത് നാളെ നീ കയറും. ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മളെപ്പോലെ തന്നെ പാവം പത്രോസ് എന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്റെ താഴോട്ട് വാക്യം നോക്കിക്കോണേ. പത്രോസ് യേശുവിനോട്, കർത്താവേ, എനിക്ക് നിന്നെ അനുഗമിപ്പാൻ എന്നെ കേക്ക് പറയും. മക്കളെ, എനിക്കൊന്ന് ഫിംഗർ തരാമോ? മനെ ഓളിയും താത്തിട്ട് തരാവോ? ഫിംഗർ ഓർഗണല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇനി കുറച്ച് സമയം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈൻഡ് ഒന്ന് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. പത്രോസ് യേശുവിനോട് ചോദിക്കുക, അപ്പ വൈ, എനിക്കെന്താ നിന്റെ പുറകെ വരാൻ പറ്റാത്തത്? എനിക്കെന്താ? 37-ാമത്തെ വാക്യാണ്. എനിക്ക് എന്നാ നിന്നെ? നിങ്ങളൊന്ന് ഒന്ന് ആഴമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പ്രിയരെ. ഈ വെറുതെ എത്രയോ വർഷമായി ഇങ്ങനെ നമ്മൾ യോഗത്തിലേക്ക് ഒന്ന് ആഴമായിട്ട് പ്ലീസ്. എനിക്ക് എന്താ നിന്നെ അനുഗമിക്കാൻ പറ്റാത്തത്? എനിക്ക് എന്നാ നിന്റെ കൂടെ വരാൻ പറ്റാത്തത്? എന്നിട്ട് പത്രോസ് ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക, എന്റെ ജീവനെ കൂടെ, കേൾക്കുന്നുണ്ടോ? എന്റെ ജീവനെ കൂടെ നിനക്ക് തരാൻ ഞാൻ തയ്യാറല്ലേ, പിന്നെ വൈ? കാര്യം പത്രോസിന്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഷയം പ്രാണൻ കൊടുക്കുന്നതാണ്. പുള്ളി പറഞ്ഞു, എന്റെ ജീവനെ ഞാൻ തരാമല്ലോ, പിന്നെന്താ എനിക്ക് വരാൻ പറ്റാത്തത്? യേശു പത്രോസിനോട് പറഞ്ഞ മറുപടി കേട്ടോ? മക്കളെ, ഇന്ന് കോഴി കൂവണമെങ്കിൽ നീ എന്നെ തള്ളി പറയണം. ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഈ മനുഷ്യൻ തന്നെ പറയാ, നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലെന്നാ എന്റെ ചിന്ത. എനിക്കെന്താ നിന്റെ പുറകെ വന്നാൽ? ഞാൻ മരിക്കാൻ തയ്യാറല്ലേ? കർത്താവ് പുള്ളിയോട് പറഞ്ഞു, ഇന്ന് കോഴി കൂവണമെങ്കിൽ നീ എന്നെ തള്ളി പറയണം.
അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്നറിയോ? പത്രോസേ, വൈകാരികമായ തീരുമാനം കൊണ്ട് എന്റെ കൂടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊരു വൈകാരിക ബന്ധമാ അല്ലേ? എന്നിട്ട് എന്താ ആരും കൂടെ കുഴി ചാടാത്തത്? മരണ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അമ്മയോട് മക്കൾ പറഞ്ഞാൽ, അമ്മേ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം. അടുത്ത വാക്ക് പറയാം, പോയവര് പോയി. കേട്ടോ, നിങ്ങൾ ആ വാക്ക് കേട്ടോ, പോയവര് പോയി. എന്റെ ദൈവമക്കളോട് ഞാൻ പറയാൻ ഒരൊറ്റ ദൂത എന്റെ കൈവശമുള്ളൂ. യേശുവിന്റെ കൂടെ പത്രോസ് നിൽക്കാൻ തീരുമാനിച്ചത് വൈകാരികമായിട്ടാണ്. കാര്യം ഈ മനുഷ്യൻ യേശുമായിട്ട് ഭയങ്കര ഭയങ്കര സ്നേഹമാണ്. അതിന് തെളിവ് ഞാൻ പറയാം, നിങ്ങൾ എന്നെ ആഴത്തിൽ കേൾക്കണം. ഈ മനുഷ്യൻ ഒരു ദിവസം യേശുവിനോട് ചോദിക്കുക, യേശു ചോദിച്ച്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ മക്കളെ? അന്നേരം പുള്ളി പറഞ്ഞു, പിന്നെ ചോദിക്കുക, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അടുത്ത ചോദ്യത്തിന് ഈ പുള്ളി പറഞ്ഞ മറുപടി ഓർക്കുന്നുണ്ടോ? മക്കൾ കേൾക്കുന്നുണ്ടോ? മറുപടി ഓർക്കുന്നുണ്ടോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാലോ. അച്ഛന്മാരനെ സഹായിക്കുന്നുണ്ടോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് എന്റെ പാസ്റ്റർ യേശുവിനോടായി ചോദിച്ചത്. എന്താ യേശുവിന്റെ പ്രത്യേകത? അത്തിയുടെ മേളിൽ കയറിക്കുന്ന സക്കായിനെയും അത്തിയുടെ താഴെ ഇരിക്കുന്ന നഥനയേലിനെ ഒരുപോലെ അറിയുന്നവനായി കർത്താവ്. ആ കർത്താവിനോട് പത്രോസ് ചോദിക്കുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാലോ. അതിന്റെ അർത്ഥം എന്നാ? ദൈവത്തിന് പോലും അറിയാവുന്ന കാര്യമാ പത്രോസിന്റെ സ്നേഹം. പക്ഷെ യേശു പത്രോസിനോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഇപ്പൊ പോകുന്ന ഏറിയ നിങ്ങൾ എന്നത് കേട്ടേ, ഇയാൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുകയില്ല. ഇനി യേശു ആ പറഞ്ഞ ഏറിയ ഏതാണെന്നറിയോ? യേശുവിന്റെ ക്രൂശ് മരണമാ. എനിക്കെതിരെ ചാട്ടം മൂളാൻ പോവുക, എനിക്കെതിരെ ലോകം തിരിയാൻ പോവുക, എന്റെ ദേഹത്തുനിന്ന് ചോര ചീറ്റാൻ പോവുക, എന്റെ തലയിൽ കൂടെ മുള്ളിറങ്ങാൻ പോവുക. നിനക്ക് വൈകാരികമായിട്ട് എന്റെ കൂടെ നിൽക്കാൻ പറ്റുകയില്ല. വണ്ടിക്കകത്ത് ഒരു സീറ്റ് മിച്ചമുള്ളതുകൊണ്ട് പെന്തിക്കോസിൽ പോകുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, ഇന്ന് ഇറങ്ങി ഓടിക്കോണം. കാരണം വൈകാരികമായി നിൽക്കാൻ പറ്റിയ ഒരു മാർഗമല്ലത്. എന്നിട്ട് പത്രോസിനോട് യേശു പറഞ്ഞ വാക്കാ, നീ പിന്നത്തേത് വരുമെന്ന്. അത് ഏതായി പിന്നത്തേത്? മലയാളത്തിൽ മറുപടി പറയാ, മാളികമുറി പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ മേൽ വന്നാൽ ജഡം കൊണ്ട് നിനക്ക് പോകാൻ കഴിയാത്തടത്ത് ആത്മാവിനാൽ നിനക്ക് കയറാൻ കഴിയുമെന്ന്. ഞാൻ ഈ പറഞ്ഞ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? വൈകാരികമായി നിനക്ക് എത്താൻ കഴിയാത്തടത്ത് പറ, ആത്മാവിൽ നിനക്കെത്താം. അതുകൊണ്ട് ഇന്ന് പ്ലാമൂടേജി സഭ ദൈവത്തോട് ചോദിക്കേണ്ടത് വൈകാരിക വിപ്ലവമല്ല, ആത്മാവിന്റെ പവറാ. ആത്മാവില്ലാതെ നിനക്ക് യേശുവിന്റെ കൂടെ നിൽക്കാൻ പറ്റുകയില്ല. ഒരു നിമിഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാവോ? വേറെ ഒന്നും പ്രാർത്ഥിക്കുക. ക്ഷീണമുള്ളവർ ഇരുന്നോളൂ, പ്രായമുള്ളവർ ക്ഷീണമുള്ളവർ ഇരുന്നോളൂ, ആരോഗ്യമുള്ളവർ മാത്രം എഴുന്നേറ്റാൽ മതി. ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവില്ലാത്ത യാത്ര അപകടമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത യാത്ര അപകടമാണ്. ഓ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹീതങ്ങൾ. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചേ.
എനിക്ക് ആത്മാവിനെ വേണമെന്ന് മാത്രം പ്രാർത്ഥിച്ചേ. എനിക്ക് ആത്മാവിനെ വേണമെന്ന് മാത്രം പ്രാർത്ഥിച്ചേ. ആത്മാവിനെ വേണമെന്ന് മാത്രം പ്രാർത്ഥിച്ചേ. ഹോളി സ്പിരിറ്റിന്റെ കൂടെ നിൽക്കുക. മൗനമായിട്ട് എനിക്ക് അതെല്ലാവരും all of you please come പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഒരാൾ പോലും മൗനമാണ് നിൽക്കാതെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാ അതിരകളും തുറന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ അതിരകളും തുറന്ന് പ്രാർത്ഥിച്ചു.